നമ്മൾ ഇതുവരെ എന്താ പഠിച്ചു? സിമ്പിളാണ്. നമ്മൾ ഇത്ര വരെ പഠിച്ചത് എന്താ? നമ്മൾ ബേസിക് ഇൻട്രൊഡക്ഷൻ പഠിച്ചു. ആർക്ക് എഴുതിയാണ്, എങ്ങനെ എഴുതിയാണ്, എന്താണെന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ കണ്ടത്? ലൈക്ക് ജനറൽ ഇൻട്രൊഡക്ഷനിൽ പൗലോസ് റോമിലുള്ള ചർച്ചിലുള്ള ആൾക്കാരോട് പറയുന്ന ജനറൽ കുറേ കാര്യങ്ങൾ നമ്മൾ കണ്ടല്ലേ. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ പൗലോസിനെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പൗലോസ് അവരെ പറ്റി പറയുന്നുണ്ട്. നിങ്ങൾ ആരാണ്? തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്, നിങ്ങൾ വിളിച്ചവരാണ്. ആ തിരഞ്ഞെടുക്കപ്പെട്ടെന്നുള്ള ഞാൻ പറഞ്ഞില്ല, നമ്മൾ 3-ാം അധ്യായം ഫിനിഷ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് അപ്പോളജിസ്റ്റിക് കാര്യങ്ങളും കുറച്ച് ഡോക്ട്രിൻ സാധനങ്ങളും ഒക്കെ പഠിക്കും. അന്നേരം നമ്മൾ കുറച്ചുകൂടെ അതിനെ ആധികാരികമായിട്ട് നമ്മൾ പഠിക്കും. അപ്പം ജനറലായിട്ട് എന്ത് ചെയ്തു? പൗലോസ് അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ പറഞ്ഞു. അത് കഴിഞ്ഞ് ജനറലായിട്ട് പൗലോസ് 2 കാറ്റഗറി ആയിട്ട് എടുക്കുകയാണ്. ഒന്ന് എന്താണ്? ഒരു ജനറൽ റെവലേഷൻ കൊടുത്ത ആൾക്കാർ, അതായത് ഭൂമിയിലുള്ള എല്ലാ മനുഷ്യന്മാരും. ജനറൽ റെവലേഷനാണത്. അതെന്താണ്? പ്രകൃതിയിൽ കൂടി തന്നെ ദൈവത്തെ എന്ത് ചെയ്തു? വെളിപ്പെടുത്തി കൊടുത്തു. പക്ഷെ അവരെന്ത് ചെയ്തു? ദൈവത്തെ അന്വേഷിച്ച് ദൈവത്തിനെ മഹത്വീകരിക്കുന്നതിന് പകരം, ദൈവത്തിന് മഹത്വം കൊടുക്കുന്നതിന് പകരം അവരെന്ത് ചെയ്തു? ദൈവം ഓർത്ത് ദൈവത്തെ മനസ്സിലാക്കി. അതായിരുന്നു ചെയ്യേണ്ടിയിരുന്നതല്ലേ? ആ റെവലേഷൻ കിട്ടിയപ്പം ശരിയാണല്ലോ, ഇതിൻ്റെ പിന്നിലൊരു സൃഷ്ടാവ് ഉണ്ടല്ലോ എന്നോർത്ത് കർത്താവിന് മഹത്വം കൊടുക്കുന്നതിന് പകരം അവരെന്ത് ചെയ്തു? അവർ സൃഷ്ടിയെ തന്നെ ഭജിച്ച് ദൈവമാക്കി അവരെന്ത് ചെയ്തു? ക്രിയേറ്റീവ് ഓർഡർ എല്ലാം തെറ്റിച്ച് കളഞ്ഞു. അപ്പോൾ ദൈവം എന്ത് ചെയ്തു? അവരെ അവമാന രാഗങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തു. അപ്പോൾ ഇതാർക്കാണ്? ജനറൽ റെവലേഷൻ കിട്ടിയവർക്കാണ്. അവർക്ക് സ്പെസിഫിക് ആയിട്ട് ദൈവം എന്താണെന്ന് ദൈവത്തെ ഒന്നും അവരെന്ത് ചെയ്യും? ദൈവം വെളിപ്പെടുത്തിയിട്ടില്ല. ജനറലായിട്ട് എന്ത് ചെയ്തിട്ടുള്ളൂ? വെളിപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പോൾ ഈ കൂട്ടത്തിൽ തന്നെ ആൾക്കാരിങ്ങനെ വളരെ മോശമായി നടക്കുമ്പോഴും അവരെ ദൈവം എങ്ങനെയാണ് ശിക്ഷിച്ചത്? അവരുടെ സ്ത്രീകൾ എന്ത് ചെയ്തു? അവലക്ഷണമായത് ചെയ്തു. ആണോട് അവലക്ഷണമായത് ചെയ്തു. അപ്പോൾ ഈ ഒരു കാറ്റഗറി അങ്ങ് പോയപ്പം ഈ ജനറൽ റെവലേഷൻ കിട്ടിയതിൽ തന്നെ ഇതിൻ്റെ അകത്തൊന്നും പെടാത്ത ഒരു കാറ്റഗറി ഉണ്ട്. അവരെന്താണ്? സ്വയനീതിക്കാരാണ്. അവർ പറഞ്ഞു, ഞങ്ങൾ എന്ത് ചെയ്യുന്നില്ല, ഞങ്ങൾ ഇതൊന്നും ചെയ്യുന്നില്ല, ഞങ്ങൾ പന്നലായിട്ടൊന്നും ജീവിക്കുന്നില്ല, ഞങ്ങൾ മാന്യമായിട്ടാണ് ജീവിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ പൗലോസ് അവരോടും പറഞ്ഞു, പക്ഷെ കാര്യമില്ല, നിങ്ങളും എന്താണ്? പാപികളാണ്, നിങ്ങൾക്കും എന്ത് വേണം? നീതി വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതുവരെ നമ്മൾ കണ്ടുവന്നതെല്ലാം എന്തായിരുന്നു? ജനറൽ റെവലേഷൻ കിട്ടിയ ആൾക്കാരോട് പറഞ്ഞു വരിക. അവരോട് പറയുകയാണ്, നിങ്ങളെല്ലാവരും പാപികളാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് വേണം? ഞാൻ പ്രസംഗിക്കുന്ന സുവിശേഷം വേണം. എന്തുകൊണ്ട്? അത് യേശുക്രിസ്തുവിനെ പറ്റിയുള്ള സുവിശേഷം ആയതുകൊണ്ടും അതിൽ ദൈവത്തിൻ്റെ നീതിയുണ്ട്. അപ്പം നിങ്ങൾ പാപികളായതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് വേണം? നീതി വേണം. എന്തിനാ നീതി വേണ്ടത്? ഇപ്പം നമ്മളിപ്പോൾ പറഞ്ഞു വന്നിട്ട് ഇവിടെ വരെ പറയാം, നിങ്ങളെ വിധിക്കും ദൈവം. നിങ്ങളെ എങ്ങനെയാ വിധിക്കുന്നത് ദൈവം? നല്ലത് ചെയ്യുന്നവരെ നല്ലതായിട്ടും പന്നൽ ചെയ്യുന്നവരെ പന്നലായിട്ടും വിധിക്കും. അപ്പം ദൈവത്തിന് എന്തുണ്ട്? വിധിയുണ്ട്. ആ വിധി നമ്മളെല്ലാം കോടതി പോകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നീതി കിട്ടാൻ വേണ്ടിയിട്ടല്ലേ? അപ്പം നിങ്ങളുടെ മുന്നിൽ ഒരു കോടതി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ദൈവം എന്ത് ചെയ്യുക? ക്രോധം ചരതിച്ച് വെക്കുകയാണ്. ദൈവം ഇങ്ങനെ ക്രോധം എല്ലാം ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുക. നിങ്ങളെപ്പറ്റിയുള്ള ഒരു ദിവസം ഒരു വിധി വരുന്നുണ്ട്. ആ വിധി എങ്ങനത്തെ വിധിയാണ്? സത്യാനുസരണമായിട്ടുള്ള വിധി വരാൻ പോവാ. അതുകൊണ്ട് എന്തുണ്ട്? ഒരു വിധി വരുന്നുണ്ട്. നിങ്ങൾക്ക് അതുകൊണ്ട് എന്ത് വേണം? ഞാൻ ആ പറഞ്ഞ നീതി നിങ്ങൾക്ക് ആവശ്യമാണ് എന്ന് പറയുക. എന്നിട്ട് പൗലോസ് ഇതിനെപ്പറ്റി പറഞ്ഞു, ന്യായപ്രമാണം ഇല്ലെന്ന് ഇനി നിങ്ങൾ പറയാവാ. അപ്പം ഈ പറഞ്ഞ കാറ്റഗറിയിലുള്ള 2 കാറ്റഗറിയിലുള്ള ആൾക്കാർ ആരൊക്കെ? ഒന്ന്, ആദ്യമേ തെറ്റിപ്പോയവരും. 2, ഞങ്ങൾ നന്നായിട്ട് ജീവിക്കുന്നുണ്ടെന്ന് പറഞ്ഞവരും പാപികളാണെന്ന് പറഞ്ഞു. പക്ഷെ അപ്പോൾ ഇവർക്ക് ഒരു വാദമുണ്ട്. എന്താ വാദം? ഞങ്ങൾക്ക് എന്തില്ലായിരുന്നു? ന്യായപ്രമാണം ഞങ്ങൾക്ക് ഇല്ലായിരുന്നു. അപ്പോൾ പൗലോസ് സ്ഥാപിക്കുക, കാര്യമില്ല, ന്യായപ്രമാണം ഇല്ലെങ്കിലും ന്യായപ്രമാണത്തിലുള്ളത് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം വിധി ചെയ്തപ്പം നിങ്ങൾക്ക് തന്നെ എന്തായി മാറി? ഒരു ന്യായപ്രമാണമായിട്ട് മാറി എന്ന് പറയാം. എന്നിട്ട് പൗലോസ് പറയാം, ഇതിനെ എല്ലാത്തിനെയും കർത്താവ് എന്ത് ചെയ്യും? ദൈവം ന്യായം വിധിക്കുന്ന ദിവസം വരും എന്ന് പറയാം. എന്നിട്ട് ആക്ച്വലി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം 16-ാമത്തെ വാക്യം കൂടെ ചേർത്ത് വായിച്ച് നിർത്തണമായിരുന്നു. ദൈവം യേശുക്രിസ്തു മുഖാന്തരം മനുഷ്യരുടെ രഹസ്യങ്ങളെ എൻ്റെ സുവിശേഷപ്രകാരം ന്യായം വിധിക്കുന്ന നാളിൽ തന്നെ. അപ്പോൾ ഇതെല്ലാം നിങ്ങളുടെ മനസാക്ഷി എല്ലാം സാക്ഷ്യം പറഞ്ഞ് എല്ലാം ന്യായം വിധിക്കുമ്പം ദൈവം എല്ലാവരുടെയും രഹസ്യങ്ങളെ വെളിവാക്കുന്ന ദിവസം എന്ത് വെച്ചിട്ടാണ് ന്യായം വിധിക്കാൻ പോകുന്നേ? ഞാൻ പ്രസംഗിക്കുന്ന സുവിശേഷം വെച്ചിട്ടാണ് ന്യായം വിധിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഈ സുവിശേഷത്തിൽ എന്തുണ്ട്? ദൈവത്തിന്റെ നീതിയുണ്ട്. പൗലോസ് ആദ്യം അവരോട് പറഞ്ഞു, ഞാൻ അങ്ങോട്ട് വരുന്നത് എന്തിനാ വരുന്നത്? ഒരു കാര്യത്തിനാണ് വരുന്നത്, സുവിശേഷം പ്രസംഗിക്കാനാ വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടുണ്ടായിട്ടുള്ള ഒരാൾ ചോദിക്കും, നീ സുവിശേഷം പ്രസംഗിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്ത് വേണമെന്ന് ചോദിക്കുമ്പോൾ പൗലോസ് പറഞ്ഞു, നിങ്ങൾക്ക് ഈ സുവിശേഷം വേണം. എന്തിന്? സുവിശേഷത്തിൽ ദൈവത്തിന്റെ നീതിയുണ്ട്.
ആ നീതി നിങ്ങൾക്ക് എന്തിനാണെന്ന് ഇങ്ങനെ പറഞ്ഞു വന്നിട്ട് പറയുക, നിങ്ങളെ ന്യായം വിധിക്കും. എങ്ങനെ? നീതിയിൽ വിധിക്കുമ്പോൾ നിങ്ങളുടെ രഹസ്യങ്ങളെയൊക്കെ കാണിക്കുമ്പോൾ എന്തിലാ വിധിക്കാൻ പോകുന്നത്? ഞാൻ പ്രസംഗിക്കുന്ന എൻ്റെ സുവിശേഷ പ്രകാരം എന്ത് ചെയ്യും? വിധിക്കും. അതുകൊണ്ട് ഞാൻ പ്രസംഗിക്കുന്ന സുവിശേഷത്തിൽ വെളിവാകുന്ന യേശുക്രിസ്തുവിലുള്ള നീതി നിങ്ങൾക്ക് എന്ത് ചെയ്യണം? വേണമെന്ന് പറഞ്ഞ് പൗലോസ് സ്ഥാപിച്ചു വെച്ചു. അപ്പോൾ ഇത്രയും നോക്കി, ഇതുവരെ ക്ലിയർ ആണല്ലോ? എല്ലാവർക്കും ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പോൾ ഇനി 17-ാമത്തെ വാക്യം കൊണ്ട് തന്നെ, അപ്പോൾ ഇതുവരെ പൗലോസ് ആരെയൊക്കെ പറഞ്ഞു? 17 റോമൻസ് ചാപ്റ്റർ 2 വേഴ്സ് 17 തൊട്ടാണേ. ഓക്കെ. അപ്പോൾ ഇതുവരെ നോക്കിയേ, ജനറൽ റെവലേഷൻ കിട്ടിയ 2 ടൈപ്പ് ആൾക്കാർ. ജനറൽ റെവലേഷൻ കൊടുത്തിട്ട് ഒരു പാർട്ടി ഇതിനെ മൈൻഡേ ചെയ്യാതെ പന്നലായിട്ട് പാപത്തിൽ അങ്ങ് അടിപ്പെട്ട് ജീവിച്ചു, വേറൊരു പാർട്ടി സ്വയനീതിയിലും ജീവിച്ചു. ഈ 2 പേരെയും പൗലോസ് പറഞ്ഞു, നിങ്ങൾ എന്താണ്? പാപികളാണെന്ന് ഞാൻ പ്രസംഗിക്കുന്ന സുവിശേഷത്തിൽ വെളിപ്പെടുന്ന ക്രിസ്തുവിൻ്റെ നീതി നിങ്ങൾക്ക് വേണമെന്നും സ്ഥാപിച്ചു വെച്ചു. ഓക്കെ. ഇനി നീയോ യഹൂദൻ എന്നു പേർ കൊണ്ടും ന്യായപ്രമാണത്തിൽ ആശ്രയിച്ചും ദൈവത്തിൽ പ്രശംസിച്ചും ന്യായപ്രമാണത്തിൽ നിന്ന് പഠിക്കുകയാൽ അവൻ്റെ ഇഷ്ടമറിഞ്ഞും ഭേദാഭേദങ്ങൾ വിവേചിച്ചും ജ്ഞാനത്തിൻ്റെയും സത്യത്തിൻ്റെയും സ്വരൂപം ന്യായപ്രമാണത്തിൽ നിന്ന് നിനക്ക് ലഭിച്ചതുകൊണ്ട് നീ കുരുടർക്കു വഴി കാട്ടുന്നവൻ, ഇരുട്ടിലിരിക്കുന്നവർക്ക് വെളിച്ചം, മൂഢരെ പഠിപ്പിക്കുന്നവർ, ശിശുക്കൾക്ക് ഉപദേഷ്ടാവെന്ന് ഉറച്ചിരിക്കുന്നെങ്കിൽ, ഹേ അന്യനെ ഉപദേശിക്കുന്നവനെ, നീ നിന്നെ തന്നെ ഉപദേശിക്കാത്തത് എന്ത്? അപ്പം നോക്കിക്കേ, ഇത്രയും നേരം ജനറൽ റെവലേഷൻ കിട്ടിയ ആൾക്കാരെ പറ്റിയാണ് പറഞ്ഞത്. അവർക്ക് എന്തില്ലായിരുന്നു? സ്പെസിഫിക് ആയിട്ട് ദൈവം ആരാണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ അവരോട് പറഞ്ഞു, നിങ്ങളെല്ലാം പാപികളാണ്, റിഗാർഡ്ലെസ് നിങ്ങൾക്ക് ന്യായപ്രമാണം ഇല്ലെങ്കിലും പാപിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരുമ്പം ഇനി വേറൊരു വകുപ്പ് ആൾക്കാർ അവിടെ നിൽക്കുക. അതാരാ? യഹൂദൻ. അവൻ എന്തുണ്ട്? ഇവരേത് പാർട്ടികളാ? ഇവർ സ്പെസിഫിക് റെവലേഷൻ കിട്ടിയ ആൾക്കാരാണ്. ഇവർക്ക് പ്രകൃതി നോക്കി കണ്ടുപിടിക്കണ്ടായിരുന്നു ദൈവത്തിനെ പറ്റിയിട്ട് മനസ്സിലാക്കാൻ. അവർക്ക് പ്രകൃതിയിലെ കാര്യങ്ങൾ കണ്ടിട്ട് ചോദിക്കുകയൊന്നും വേണ്ടായിരുന്നു. ഇവരാരാ? ന്യായപ്രമാണം കിട്ടിയ സ്പെസിഫിക് റെവലേഷൻ കിട്ടിയ ആൾക്കാരാ. അപ്പം ഇവർ പറയാ ശരിയാണ്, ഈ പറഞ്ഞതെല്ലാം ശരിയാണ്, ഇവന്മാരെല്ലാം എന്താണ്? പാപികളാണ്, ഇവർക്കൊക്കെ ദൈവനീതി വേണമെന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ ഒരാൾ ചോദിക്കുക, യഹൂദന്മാർക്ക് ന്യായപ്രമാണമൊക്കെ ഉണ്ടല്ലോ, ഞങ്ങൾ അതുകൊണ്ട് ആരാണ്? ന്യായപ്രമാണം കിട്ടിയവരും ദൈവത്തെ അറിഞ്ഞവരും ഒക്കെയാണ് എന്ന് പറയുമ്പോൾ പൗലോസ് അവരോട് പറയാം, നിൽക്ക് നിങ്ങൾക്കും എന്തില്ല? ഒഴിവ് പറയാനൊന്നും ഇല്ല. എന്നിട്ട് പൗലോസ് പറയുക, നീയോ യഹൂദൻ എന്ന് പേർ കൊണ്ട് ന്യായപ്രമാണത്തിൽ ആശ്രയിച്ചും ദൈവത്തിൽ പ്രശംസിച്ചും ന്യായപ്രമാണത്തിൽ നിന്ന് പഠിക്കുകയാൽ അവൻ്റെ ഇഷ്ടമറിഞ്ഞും ഭേദാഭേദങ്ങളെ വിവേചിച്ചും. നോക്കിക്കേ, ഇവർക്ക് എന്തുണ്ട്? യഹൂദന്മാർ ഭയങ്കര പ്രൗഡാണ് അവർ യഹൂദനാണെന്ന് പറയുന്നതിന്. യഹൂദന്മാരൊക്കെ എന്ന് പറഞ്ഞാൽ അവർ അബ്രഹാമിൻ്റെ സന്തതി എന്നുള്ള പേര് ഉപയോഗിക്കുന്നതിലേ അവർ ഭയങ്കര പ്രൈഡാണ്. അവർ പറയുന്ന അബ്രഹാമിൻ്റെ സന്തതിയായിട്ടുള്ള ആരും എന്ത് ചെയ്യത്തില്ല? നരകത്തിൽ പോകത്തില്ല. അവർ പറയുന്ന അബ്രഹാമാണ് ബേസിക്കലി അവരെ എന്ത് ചെയ്യുന്നത്? സ്വർഗത്തിലോട്ട്. അത് യഹൂദന്മാരുടെ ഇടയിൽ ഇതിനെ പറ്റിയിട്ട് ഒരുപാട് ഇങ്ങനത്തെ ഈ അന്ധവിശ്വാസങ്ങളൊക്കെ ഉണ്ട്. ഇവർ പറയുന്ന ഒരാൾ മരിച്ച് സ്വർഗത്തിലോട്ട് ഇങ്ങനെ ചെല്ലുമ്പോൾ അവരുടെ കവാടത്തിൽ അബ്രഹാം നിൽപ്പുണ്ടെന്നും, അപ്പോൾ യഹൂദനായ ഒരാൾ, പരിച്ഛേദനയേറ്റ ഒരാൾ അഥവാ നരകത്തിൽ പോവുകയാണെങ്കിൽ പോലും അബ്രഹാം അവനെ സേവ് ചെയ്ത് സ്വർഗത്തിലോട്ട് വിടുമെന്നും ഒക്കെ വിശ്വസിക്കുന്ന അത്ര അന്ധമായ വിശ്വാസങ്ങളും അബ്രഹാമിൽ അത്രയും അടിയൂർന്നി. അതുകൊണ്ടാണ് ഇവർ അബ്രഹാമിൻ്റെ മടിയിൽ നിന്നായിരുന്നു യഹൂദന്മാർ എന്ത് ചെയ്യുന്നത്? അതായത് പഴയ നിയമത്തിൽ വിശുദ്ധന്മാർ ചെന്നിരിക്കുന്ന സ്ഥലത്തിനെ, മരിച്ചവർ ചെന്നിരിക്കുന്ന സ്ഥലത്തിനെ പോലും ഇവർ അബ്രഹാമിൻ്റെ മടിയെന്ന്, യേശു കർത്താവ് പോലും അതിനെ വാലിഡേറ്റ് ചെയ്ത അവരുടെ ഒരു ഒരു സങ്കല്പമായിരുന്നത്. അപ്പം അത്രയ്ക്ക് പ്രൈഡാണ് യഹൂദൻ എന്നുള്ള പേരിൽ. യഹൂദൻ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? പ്രശംസ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം തന്നെ. അതായത് ദൈവത്തിൽ പ്രശംസിപ്പാൻ അല്ലെങ്കിൽ എന്താണ് പുകഴ്ത്താൻ അവർക്ക് ഒരു അവസരം ലഭിച്ചത് കൊണ്ടായിരിക്കാം അവർ അങ്ങനെ പറയുന്നത്, അല്ലെങ്കിൽ ദൈവത്താൽ പ്രശംസ ലഭിച്ച ജനം എന്നൊക്കെയുള്ള കോണ്ടക്സ്റ്റിലാണ് അവരെ എന്ത് ചെയ്യുന്നത്? യഹൂദൻ എന്ന് പറയുന്നത്. അപ്പം ഇവർ ഭയങ്കര പ്രൈഡാണ്. ഇവരെന്താണ്? ഞങ്ങൾ ആരാണ്? ഞങ്ങൾ യഹൂദന്മാരാണ്. യഹൂദൻ എന്നുള്ള പേര് ഞങ്ങൾക്ക് എന്തുണ്ട്? ഉണ്ട്. അപ്പം നോക്കിയേ, പൗലോസ് ഇത് എഴുതുമ്പം, പൗലോസ് റോമിലെ സഭയ്ക്ക് എഴുതുമ്പം അവിടുത്തെ അന്നത്തെ ഏർലി ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് 2 ടൈപ്പ് ആൾക്കാരെ ഉള്ള. ആരൊക്കെയുള്ളത്? ജാതികളും യഹൂദന്മാരും. അപ്പോൾ പൗലോസ് എടുത്ത് പറയുമ്പം നമ്മൾ ഇന്ന് ഇത് എടുക്കേണ്ട, ഇത് യഹൂദനെ പറ്റിയിട്ട് പറയുകയാണെന്നല്ല നമ്മൾ കാണേണ്ടത്. നമ്മളിത് കാണേണ്ടത് ആരെ പറ്റിയിട്ടാണ് പറയുന്നത്? നമ്മളെ പറ്റിയിട്ടാണ്. അപ്പോൾ ഇന്നത്തെ കോണ്ടെക്സ്റ്റിൽ നമ്മൾ നോക്കുവാണെങ്കിൽ നാച്ചുറൽ റെവലേഷൻ കിട്ടിയ ആൾക്കാരുടെ കൂട്ടത്തിൽ പെടുന്ന ആൾക്കാരല്ല നമ്മൾ. ആര്? നമ്മൾ സ്പെസിഫിക് റെവലേഷൻ കിട്ടിയവരാണല്ലേ. അപ്പം നമുക്ക് കുറച്ചുകൂടെ ആപ്റ്റായിട്ടുള്ളത് ഇത്രയും നേരം പൗലോസ് പറഞ്ഞതിനെ കാട്ടിലും കുറച്ചുകൂടെ
നമ്മളെ സംബന്ധിച്ചിടത്തോളം ആപ്റ്റായിട്ടുള്ളത് ഇനിയും പറയാൻ പോകുന്ന കാര്യങ്ങളാണ് എന്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആപ്റ്റായിട്ടുള്ളത്. അപ്പം നോക്കി ഇവിടെ പറയാം, നിനക്ക് യഹൂദൻ എന്നുള്ള പേരുണ്ടെന്ന് പറയുമ്പോൾ നമ്മളൊക്കെ എന്താ വിശ്വാസികൾ എന്നുള്ള പേരിൽ ഒരു പക്ഷേ ഭയങ്കരമായിട്ട് പ്രൈഡ് കൊള്ളുന്ന ആൾക്കാരാണല്ലോ. ഞങ്ങൾ വിശ്വാസികളാണ്, നമ്മൾ എന്താണ് 1985 എൻ്റെ അപ്പച്ചൻ വിശ്വാസി വന്നാണ്. നമ്മൾ പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യും, ഇതിനെപ്പറ്റി ഭയങ്കര പ്രൈഡാണ്. നമ്മൾ ഈ വിശ്വാസി എന്നുള്ള പേര് അല്ലെങ്കിൽ പെന്തക്കോസ്തുകാരൻ എന്നുള്ള ടൈറ്റിലൊക്കെ ആളുകൾ എന്ത് ചെയ്യും, പലപ്പോഴും പ്രൈഡ് ആവുന്നത് കണ്ടിട്ടുണ്ട്. പൗലോസ് പറയും, നിനക്ക് എന്തുണ്ട്, പേരുണ്ട്, പക്ഷെ നിനക്ക് എന്തുണ്ടായിരുന്നു, ന്യായപ്രമാണം നിനക്ക് തന്നു. അപ്പം ന്യായപ്രമാണം തന്നപ്പം നോക്കിക്കേ, നാച്ചുറൽ റെവലേഷൻ കിട്ടിയപ്പം അതിൽ നിന്ന് ദൈവം പ്രതീക്ഷിച്ചത് എന്താ, സ്വാഭാവികമായിട്ടും പ്രതീക്ഷിച്ചത് എന്താ, നാച്ചുറൽ റെവലേഷൻ കിട്ടിയപ്പം അതിൽ നിന്ന് ഇതിൻ്റെ പിന്നിൽ ഒരു സൃഷ്ടാവുണ്ടെന്ന് മനസ്സിലാക്കി ദൈവത്തെ മനസ്സിലാക്കുകയായിരുന്നു അവിടെ ചെയ്യേണ്ടിയിരുന്നത്. എന്ന് പറഞ്ഞ പോലെ ന്യായപ്രമാണം ഇവർക്ക് കൊടുത്തപ്പം സ്വാഭാവികമായിട്ടും സംഭവിക്കേണ്ടിയിരുന്നത് എന്താണ്, ഇവർ ന്യായപ്രമാണത്തിൽ എന്ത് ചെയ്യണമായിരുന്നു, ഒന്ന് ആശ്രയിക്കണമായിരുന്നു, രണ്ട് എന്ത് ചെയ്യണമായിരുന്നു, ദൈവത്തിൽ എന്ത് ചെയ്യണമായിരുന്നു, പ്രശംസിക്കണം. എന്തുകൊണ്ട്, എന്തോരം പേർക്ക് ന്യായപ്രമാണം കൊടുക്കാതിരുന്നപ്പം ഞങ്ങളെ വിശ്വസിച്ച് ഞങ്ങളുടെ കയ്യിൽ ഈ ന്യായപ്രമാണം ദൈവം തന്നല്ലോ എന്ന് പറഞ്ഞ് ഇവരെന്ത് ചെയ്യണമായിരുന്നു, ദൈവത്തിനെ പ്രശംസിക്കണമായിരുന്നു. എന്നിട്ട് എന്ത് ചെയ്യണമായിരുന്നു, ന്യായപ്രമാണം കൈവച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അല്ലല്ല, ന്യായപ്രമാണത്തിൽ നിന്ന് ന്യായപ്രമാണത്തിൽ നിന്ന് യെസ് നോക്കി, ന്യായപ്രമാണത്തിൽ നിന്ന് പഠിക്കുമ്പോഴാണ് എന്ത് കിട്ടുന്നത്, ദൈവത്തിന്റെ ഇഷ്ടം അറിയുന്നതും ഭേദാഭേദങ്ങളെ വിവേചിക്കാൻ പറ്റുന്നതും. ഇന്നും ഇങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. നമുക്ക് ദൈവവചനം തന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, ഇത് കൈ വെച്ചുകൊണ്ടിരുന്നിട്ട് ഞങ്ങൾ വിശ്വാസികളാണെന്നുള്ള പ്രൈഡും പറഞ്ഞ് ഞങ്ങൾക്ക് ബൈബിളുണ്ട്, ഞങ്ങൾ ബൈബിളിന്റെ ഹോൾസെയിൽ വ്യാപാരികളാണെന്ന് പറഞ്ഞ് ഇരിക്കാൻ വേണ്ടിയിട്ടല്ല ദൈവം ഇത് എന്ത് ചെയ്തിരിക്കുന്നത്, തന്നിരിക്കുന്നത്. ദൈവം ഇത് തന്നതിൻ്റെ ഉദ്ദേശം എന്താണ്, ഇത് തന്നല്ലോ എന്നോർത്ത് ദൈവത്തിന് നന്ദി പറയുക, ദൈവത്തിൽ പ്രശംസിക്കുക. രണ്ട്, ഇതിൽ നിന്ന് എന്ത് ചെയ്യണം, പഠിക്കണം. അങ്കിലേ നമുക്ക് രണ്ട് കാര്യങ്ങൾ കിട്ടത്തുള്ളൂ. എന്തൊക്കെ, ദൈവത്തെ അറിയാൻ പറ്റും, രണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടം അറിയാൻ പറ്റും, രണ്ടെന്താ, ഭേദാഭേദങ്ങളെ വിവേചിക്കാൻ പറ്റും. അപ്പം നോക്കിക്കേ, ഈ പലപ്പോഴും ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട്, ദൈവവചനം അങ്ങനെ വലിയ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇതൊക്കെ എന്തിനാ ഇത്ര പഠിക്കാൻ, ദൈവം കർത്താവ് ക്രൂശിൽ മരിച്ചു നമ്മൾ അറിഞ്ഞാൽ മതി. നോനൊന്നും അങ്ങനേ അല്ല. പുതിയത് ഞാനിത് ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, പിന്നെയും പറയുന്നതിൽ ഒട്ടും ആവർത്തന വിരസത എനിക്ക് തോന്നുന്നില്ല. ദൈവവചനം പഠിക്കാനുള്ളത് തന്നെയാണ്. അത് ദൈവത്തിൻ്റെ സന്നിധിയിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടെ ദൈവത്തോട് അപേക്ഷയോടെ നമ്മൾ എന്ത് ചെയ്യേണ്ടതാണ്, പഠിക്കേണ്ടതാണ്. ദൈവവചനം പഠിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഗുണം എന്താണ്, ഒന്ന്, ദൈവത്തിൻ്റെ ഇഷ്ടങ്ങളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, തിരിച്ചറിയാൻ പറ്റും. പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്, ദൈവേഷ്ടം അറിയാൻ വേണ്ടിയിട്ട് ആൾക്കാർ നമ്മളെന്താ ചെയ്യുന്നത്, നമ്മൾ പ്രവാചകനെ വിളിക്കുക, നമ്മളെന്ത് ഈ ദൈവേഷ്ടം അറിയുക എന്നുള്ളത് ആളുകൾക്ക് ഭയങ്കര പ്രശ്നമാണ്. അത് ഏത് മതത്തിൽപ്പെട്ടവരായിക്കോട്ടെ, ഏത് ജാതിയിൽപ്പെട്ടവരായിക്കോട്ടെ, ദൈവേഷ്ടം അറിയാൻ ആൾക്കാർ എന്ത് ചെയ്യുക, ഓടി നടക്കുക. ഈ പല മെത്തേഡ്സ് ഉണ്ട്. യഹൂദന്മാരെ പറ്റി പറയുമ്പോൾ യഹൂദന്മാർക്ക് ദൈവേഷ്ടം അറിയാൻ നോക്കിക്കോണം. പൗലോസ് ഇവിടെ എടുത്തു പറയുകയാണ്, നിന്റെ കൈ ന്യായപ്രമാണം തന്നത് എന്തിനാ, നീ ഇത് പഠിച്ച് ഇതിൽ നിന്ന് നിനക്ക് ദൈവേഷ്ടം എന്ത് ചെയ്യാനാ, അറിയാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ യഹൂദന്മാർ എന്ത് ചെയ്തു, നമ്മൾ ഈ പ്രവചന പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ ഇവർ ദൈവേഷ്ടം അറിയാൻ വേണ്ടി 3 മെത്തേഡ്സാണ് യഹൂദന്മാർ പ്രധാനമായും യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഒന്ന്, അമ്പ് കുലയ്ക്കുക എന്ന് പറയുന്നൊരു മെത്തേഡുണ്ട്. അതായത് ഉദാഹരണം പറഞ്ഞാൽ, ഇവരിപ്പോൾ യുദ്ധത്തിന് പോവാം, ഇപ്പം എന്താ പറയണ്ടേ, ഫെലിസ്തീനോട് യുദ്ധം ചെയ്യാൻ പോവാം. അപ്പോൾ ഒരു വഴി തിരഞ്ഞെടുക്കും. ഇവർ മൂന്ന് വഴിയുണ്ട്. ഏത് വഴി പോകണമെന്നുള്ളൊരു വഴി തിരഞ്ഞെടുക്കുമ്പം ഇവരുടെ ഈ ബാക്കിൽ ഈ അമ്പ് വെക്കുന്ന ഇതുണ്ടല്ലോ, ഇതിൻ്റെ അതിൽ 3 അമ്പ് വെക്കും. അതിൽ ഒരമ്പ് മാർക്ക് ചെയ്യും ദൈവത്തിൻ്റെ ഹിതം, മറ്റേത് ദൈവത്തിൻ്റെ ഹിതം അല്ല, ഒരെണ്ണത്തിൽ ഒന്നും എഴുതത്തില്ല. അപ്പം ഇത് 3 ഇങ്ങനെ ഷഫിൾ ചെയ്ത് ബാക്കിലിട്ടിട്ട് അവരിപ്പോൾ ഈ വഴി പോകാമെന്ന് വിചാരിക്കുകയാണെങ്കിൽ ആ വഴിയുടെ മുന്നിൽ പോയി നിന്നിട്ട് ഒരു അമ്പ് എടുക്കും. അപ്പോൾ എടുക്കുന്ന അമ്പ് ദൈവത്തിൻ്റെ ഹിതം എന്നുള്ള അമ്പാണെന്നുണ്ടെങ്കിൽ ശരിയായി, ഇത് ദൈവത്തിൻ്റെ ഹിതം, ഇതുവഴി പോകാം. ഇനി അല്ലെന്നുണ്ടെങ്കിൽ ദൈവഹിതം അല്ല, ഇതുവഴി പോകണ്ട. മറ്റേ 3ാമത്തെയാണ് അസാധുവായിപ്പോയി, പിന്നെ 6 മാസത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല. ഇങ്ങനൊക്കെ ഉള്ള മെത്തേഡ്സ് ഇവരുടെ കയ്യിൽ ന്യായപ്രമാണം കൊടുത്തേക്കുക. എന്തിന്, ഇത് പഠിച്ചിട്ട് ഇതിൽ നിന്ന് എന്ത് ചെയ്യണം, ദൈവത്തിൻ്റെ ഇഷ്ടം അറിയാൻ. പക്ഷെ ഇവരെന്ത് ചെയ്യുക, അമ്പ് കുലയ്ക്കുക. പിന്നെ കരൾ നോക്കുക എന്നൊരു പരിപാടി യഹൂദന്മാർക്കുണ്ട്. കരൾ നോക്കുക എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു പരിപാടി, ഒരു ആവശ്യത്തിൽ ദൈവത്തിൻ്റെ ഹിതമാണോ എന്ന് അറിയണമെങ്കിൽ, ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ കോണ്ടെക്സ്റ്റിൽ പറഞ്ഞ ഒരു കല്യാണാലോചന വന്നു, ദൈവഹിതമാണോ എന്ന് അറിയണം. അപ്പം നേരെ പോയിട്ട് ഒരു ആടിനെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് എന്ത് ചെയ്യുക, ആടിനെ മുറിക്കുക, എന്നിട്ട് ഇതിൻ്റെ കരളെടുക്കുക. അപ്പോൾ ഈ കരൾ നല്ല ആരോഗ്യമുള്ള കരളാണെങ്കിൽ ഇതെന്താണ്, ദൈവഹിതമാണ്.
അല്ലെന്നുണ്ടെങ്കിൽ ദൈവഹിതമല്ല. പിന്നെ ഇവർക്കുള്ള ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഈ പിതാക്കന്മാരോട് ചോദിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. ഇവർ ഈ മരിച്ചുപോയ ഈ യഹൂദന്മാർക്ക് പിതാക്കന്മാരെന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രൗഡുള്ള കാര്യമാണ്. അവർ പിതാക്കന്മാരെ ഭയങ്കര, അബ്രഹാമിനെ ആണെങ്കിലും ഇസഹാക്കിനെ യാക്കോബിനെ ഒക്കെ ഇവരെന്ത് ചെയ്യും, ഊറ്റം കൊള്ളുന്നവരാ. അപ്പോൾ പിതാക്കന്മാരോട് ചോദിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ഏറ്റവും അതെന്താണ് അങ്ങനൊരു സംഭവമാണ്. പലയിടത്തും പറയുന്നുണ്ട്. അത് എന്തുവാന്നുള്ളത് വ്യക്തമായിട്ട് അറിയത്തില്ല. പക്ഷെ അത് എന്തോ ഒരു ഇങ്ങനെ അറിയാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാ. കബഡി നിരത്തുന്ന പോലെ എന്തായിരിക്കും പരിപാടി ഉണ്ട്. പക്ഷെ ഉണ്ടായിരുന്നു ചെയ്തിട്ടുണ്ട്. സോ ബേസിക്കലി നോക്കിയേ, ഇവരെല്ലാരും എന്താ ചെയ്യുന്നേ, ഇങ്ങനത്തെ പരിപാടികളിൽ പോവുക, ജാതികൾ ചെയ്യുന്ന പോലത്തെ പരിപാടികൾ ചെയ്യുക. എന്തിനു വേണ്ടി? ദൈവത്തിന്റെ ഹിതം അറിയാൻ വേണ്ടി. പക്ഷെ ദൈവം പറഞ്ഞ എന്താ, ഞാൻ ന്യായപ്രമാണം നിന്റെ തന്നിരിക്കുക, നീ ഇനി ഇതിൽ നിന്ന് പഠിച്ചിട്ട് എന്ത് വേണം? ദൈവത്തിന്റെ ഇഷ്ടം അറിയണം. ഇവർ ഇത് പഠിച്ച് ദൈവത്തിന്റെ ഇഷ്ടം അറിയുന്നതിന് പകരം ദൈവത്തെ ഇവരും എന്ത് ചെയ്യുക, നാച്ചുറൽ റെവലേഷൻ കൊടുത്തപ്പം അവര് ദൈവത്തെ അന്വേഷിക്കാതെ അവര് നശിച്ചു പോയി. യഹൂദന്മാരുടെ സ്പെസിഫിക് റെവലേഷൻ കൊടുത്തപ്പോൾ ഇവരും അപ്പാരന്റ്ലി എന്താ ചെയ്യുന്നത്, ഇതിൽ നിന്ന് പഠിച്ച് ദൈവേഷ്ടം അറിയുന്നതിന് പകരം ഇവരും ഇങ്ങനത്തെ പരിപാടിക്ക് പോവുക. ഇന്നും നമ്മൾ ഇതുപോലത്തെ മെത്തേഡുകൾ ഫോളോ ചെയ്യുന്ന ആൾക്കാരാ. നമ്മൾ ആൾക്കാർ ഇങ്ങനെ രാവിലെ ബൈബിൾ ഇങ്ങനെ തുറന്നിട്ട് കിട്ടുന്ന വാക്യം വായിച്ചിട്ട് എന്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇത് പഠിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ ദൈവേഷ്ടം അറിയാൻ ഇങ്ങനെ തുറന്നിട്ട് റൈറ്റ് സൈഡിൽ നിന്ന് എന്റെ കൊച്ചിലെ ഞാൻ കണ്ടിട്ടുണ്ട്. രാമായണം വായിക്കുമ്പോൾ കൊച്ചിലെ ഹിന്ദുക്കളെ അപ്പം 7 റൈറ്റ് സൈഡിൽ നിന്ന് 7 വരി വിട്ട് വായിക്കുന്നതാണ് കിട്ടുന്നത്. എന്താണ് അങ്ങനെ കണ്ടൊരു ഇതുണ്ട്. നമ്മുടെ ഈ ചില ഇതിലേക്ക് വചനപ്പെട്ടി എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ സാധനമുണ്ട്. നമ്മുടെ 31-ാം തീയതി രാത്രി പല ചർച്ചകളിലും മറ്റേ തത്തെ കൊണ്ട് ചീട്ടെടുപ്പിക്കുന്ന പോലത്തെ ഇതെല്ലാം ഇത് സെയിം പരിപാടി തന്നെ. ഇതൊന്നും എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ ദൈവവചനം പഠിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ ഇഷ്ടം അറിയത്തില്ല. അതെ, എങ്ങനെ ഒരു കഥ തന്നെ ഉണ്ടല്ലോ. ഒരാളിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ രാവിലെ തുറന്നപ്പം മറ്റേ യൂത കെട്ടിഞ്ഞാൻ അപ്പൊ വിചാരിച്ചു ഇത് നല്ല തെറ്റ് പറ്റിയായിരിക്കും, ഒന്നുകൂടെ നോക്കാമെന്ന് പറഞ്ഞ് വീണ്ടും തുറന്നപ്പം നീയും പോയി അങ്ങനെ തന്നെ. അപ്പം പിന്നെ തെറ്റ് പറ്റിയ ഒന്നിൽ പഠിച്ച മൂന്നിലെന്ന് പറഞ്ഞ് വീണ്ടും തുറന്നപ്പോ ഒട്ടും പരിഭ്രമിക്കേണ്ട എന്ന് പറയുന്ന പോലെ നമ്മുടെ ആളുകള് ഇതൊക്കെ ഞാനിത് പറയുന്നത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ കൃപയാൽ കർത്താവ് കണ്ണു തുറന്നത് കൊണ്ടാണ് നമുക്കൊക്കെ എന്ത് ചെയ്യുന്നത്, പരിജ്ഞാനത്തിൽ ക്രിസ്തുവിനെ സേവിക്കാൻ അവസരം കിട്ടി. അല്ല ഇതൊന്നും നമ്മുടെ കഴിവോ ഒരു ദിവസം നമ്മുടെ തലയ്ക്കകത്ത് അങ്ങ് പരിജ്ഞാനം ഉദിച്ചതോ ഒന്നുമല്ല. കർത്താവ് കൃപ തോന്നിയത് കൊണ്ടും കരുണ കാണിച്ചത് കൊണ്ടും മാത്രമാണ്. എനിക്കറിയാം ഇന്നും അനേകരൊരു പ്രശ്നം വരുമ്പോൾ ഓടി ഒരു പ്രവാചകനെ വിളിച്ചുകൊണ്ട് വന്നിരുന്നിട്ട് പാസ്റ്ററെ ദൈവഹിതം എന്താണെന്നൊന്ന് പറയുമെന്ന് ചോദിക്കുന്നത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, കർത്താവ് നമ്മുടെ കൈ തന്നിരിക്കുന്ന വചനം വായിച്ച് അത് മനസ്സിലാക്കി അതിൻ്റെ അകത്തിലുണ്ട് കർത്താവിൻ്റെ ഇഷ്ടം എന്താണെന്ന്, അതനുസരിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം എന്ത് ചെയ്തിരിക്കുന്നത്, നമ്മുടെ കയ്യിൽ വചനം തന്നിരിക്കുന്നത്. അപ്പോൾ നോക്കിയാൽ യഹൂദനെ സംബന്ധിച്ചിടത്തോളം അവന് ദൈവം എന്ത് ചെയ്തു, ന്യായപ്രമാണം കൊടുത്തു. ന്യായപ്രമാണം കൊടുത്തപ്പം ശരിക്കും സംഭവിക്കേണ്ടിയിരുന്നത് സ്പെസിഫിക് റെവലേഷൻ ദൈവം അവരുടെ കൊടുത്തപ്പോൾ അവരെന്ത് ചെയ്യണം, ഇതിനെ പഠിച്ച് ദൈവത്തിൻ്റെ ഹിതം മനസ്സിലാക്കണം. അത് യഹൂദന്മാർക്ക് അത്ര ബോധ്യമുള്ള കാര്യമായിരുന്നു. യഹൂദന്മാരിൽ ഒരു രാജാവ് തിരഞ്ഞെടുക്കപ്പെടുമ്പം ആദ്യം ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നെന്ന് പറഞ്ഞാൽ ന്യായപ്രമാണം മുഴുവൻ കൈ കൊണ്ട് സ്ക്രോൾ ചെയ്യുക, എഴുതുക എന്നുള്ളതായിരുന്നു. ദാവീദൊക്കെ ചെയ്തിട്ടുള്ള കാര്യമാണ്. ഇത് എന്തിനു എഴുതുന്നതെന്ന് ചോദിച്ചാൽ ഇത് ഒരു തവണ ഇത് മൊത്തം കൈ കൊണ്ടിരുന്ന് എഴുതുമ്പം ഇവരുടെ ഉള്ളിൽ എന്ത് പറ്റും, ന്യായപ്രമാണം പതിയും. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ശൗലിനെ ദൈവം രാജസ്ഥാനത്ത് നിന്ന് മാറ്റിക്കളയാനുള്ള ഒരു കാര്യം എന്താണെന്നറിയാമോ? യഹൂദൻ്റെ ഒരു രാജാവ് എന്ന നിലയ്ക്ക് ശൗല് സ്ഥാനത്തെത്തിയപ്പം ശൗല് ന്യായപ്രമാണങ്ങളിൽ നിന്ന് പഠിച്ച് ദാവീദ് കയറിയപ്പോഴാണ് അബ്രഹാമിനോട് ദൈവം വാഗ്ദത്തം ചെയ്തിരുന്ന കനാന്റെ ഭൂപടമൊക്കെ എടുത്തു വെച്ചിട്ട് ദാവീദ് വരച്ചിട്ട് ദാവീദ് പറഞ്ഞു ഇത് എൻ്റെ വില്ലപ്പനോട് ദൈവം വാഗ്ദത്തം ചെയ്തതാണെന്ന് പറഞ്ഞ് ദാവീദ് യുദ്ധം ചെയ്ത് എന്ത് ചെയ്തു, അതിനെ വിസ്താരമാക്കി പിടിച്ചെടുത്തു. ശൗലിന് ഈ വിഷനൊന്നും ഇല്ലായിരുന്നു. ശൗല് അപ്പം നമ്മുടെ കയ്യിൽ ഇത്ര അതിർത്തി ഉണ്ട്, ഇങ്ങനെ ഇരിക്കാം, ബിക്കോസ് ന്യായപ്രമാണത്തിൽ നിന്ന് എന്ത് ചെയ്തില്ല, പഠിച്ചില്ല. അതുകൊണ്ട് ദാവീദിനെ പറ്റി ദൈവം പറയാ, ദാവീദ് എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ എന്ന് പറയുക. അപ്പം നോക്കി, ന്യായപ്രമാണം കൊടുത്തിട്ട് ദൈവം അവരോട് പറഞ്ഞു, അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന എന്താണ്, നീ ഇതിൽ നിന്ന് പഠിക്കണം, പഠിച്ചിട്ട് എന്ത് ചെയ്യണം, എൻ്റെ ഇഷ്ടം മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കിയാൽ എന്തുണ്ട്, ഭേദാഭേദങ്ങളെ തിരിച്ചറിയാൻ പറ്റും.
അപ്പോൾ നോക്കിയാൽ ഡിസേൺമെന്റ് ചെയ്യാൻ നമുക്ക് എന്ത് വേണം? ദൈവവചനം പഠിക്കണം. ദൈവവചനം പഠിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടം അറിയണം. അങ്ങനെ അറിഞ്ഞാൽ നമുക്ക് എന്തുണ്ട്? വിവേചിക്കാനുള്ള വരമുണ്ട്. എല്ലാ ദൈവമക്കൾക്കും മസ്റ്റായിട്ട് ബേസിക്കലി ദൈവവചനം കൈ തന്നിട്ടുണ്ടോ? കർത്താവ് നമ്മളിൽ നിന്നും ഇന്നും എക്സ്പെക്ട് ചെയ്യുന്നത് ഇതാ, ഇത് പഠിക്കുക, ഇത് പഠിച്ചിട്ട് ദൈവത്തിൻ്റെ ഇഷ്ടം അറിയുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് എന്തുണ്ട്? ഭേദാഭേദങ്ങളെ തിരിച്ചറിയാൻ പറ്റും. ദൈവവചനം പഠിച്ചാൽ ദുരുപദേശം കേട്ടാൽ പിന്നെ ആരും വന്ന് പറഞ്ഞു തരണ്ട, ഇന്ന ആൾ ദുരുപദേശം പറയുന്ന ആൾ, ഇന്ന ആൾ ദുരുപദേശം പറയുന്ന ആൾ. ഇപ്പം ഞാൻ പലപ്പോഴും ആൾക്കാർ വന്നിട്ട് ബ്രദറെ ഇന്ന ആൾ ദുരുപദേശം അല്ല പറഞ്ഞെന്ന് ചോദിക്കും. ഞാൻ പറയാം അതെങ്ങനെ നമുക്ക് പറയാൻ പറ്റുന്നേ? ഇപ്പം എത്ര ദുരുപദേശം പറയുന്ന ഒരാൾ യേശു ദൈവമാണെന്ന് പറഞ്ഞാൽ ദുരുപദേശമാണോ? അല്ല, അത് ഉപദേശമാണ്. പക്ഷെ അയാൾ പറയുന്ന ദുരുപദേശമാണ്. അപ്പം നമുക്ക് ഇന്ന ആൾ ദുരുപദേശം എന്നുള്ള ടാഗി നമ്മൾ ആരെയും നിർത്തേണ്ട. നമുക്ക് കേൾക്കുമ്പം ദൈവവചനം പഠിച്ചിട്ട് ഇതിൽ നിന്ന് ദൈവത്തിൻ്റെ ഇഷ്ടം അറിയാവുന്ന നമുക്കറിയാൻ പറ്റും. ഭേദാഭേദങ്ങളെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ ഈ ക്ലാസ്സിൻ്റെ വീഡിയോ കാണുന്ന ഒരാൾ യൂറോപ്പിലുള്ള എൻ്റെ ഒരു സുഹൃത്ത് തന്നെ കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നമ്മൾ 1-ാം അധ്യായത്തിൻ്റെ ആദ്യം പഠിച്ചു തുടങ്ങിയപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, പൗലോസ് പറഞ്ഞില്ലേ അപ്പോസ്തോലൻ അല്ലേ, ഞാൻ അപ്പോസ്തോലനുമാണ്, ഞാൻ എന്താണ്? ദാസനുമാണെന്ന് പറഞ്ഞില്ലേ. അപ്പം ഞാൻ പറഞ്ഞില്ലേ അപ്പോസ്തോലൻ എന്നുള്ള ടാഗ് നമ്മൾ അപ്പോസ്തോലിക് ഏജ് തീർന്നതാണ്, പിന്നെ നമ്മൾ ആരും എന്ത് ചെയ്തിട്ടില്ല, ഉപയോഗിച്ചിട്ടില്ല. ഇന്ന് ചിലർ ഉപയോഗിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പം എന്നോടിങ്ങനെ അദ്ദേഹം പറയായിരുന്നു, നമ്മൾ എന്തിനാണ് അങ്ങനെ പറയുന്നത്? ഇപ്പോൾ ഒരാൾക്ക് ദൈവം അത് കൊടുക്കത്തില്ല എന്ന് നിർബന്ധമുണ്ടോ? ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഒരാൾക്ക് അപ്പോസ്തലൻ എന്നുള്ള ടൈറ്റിൽ യൂസ് ചെയ്യുന്നതിൽ പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുകയായിരുന്നു. അപ്പം ഞാൻ പറയായിരുന്നു എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ ഇപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവിടെ ഉള്ളവർക്ക് അപ്പോസ്തലൻ എന്നുള്ള ടൈറ്റിൽ യൂസ് ചെയ്യുന്നെങ്കിൽ യൂസ് ചെയ്തോളൂ, നോ പ്രോബ്ലം. പക്ഷെ ഞാൻ പറയുകയായിരുന്നു ഇതിനകത്തെ പ്രശ്നം എവിടെ വരുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ ദൈവവചനം പഠിക്കുമ്പം ദൈവവചനത്തിനൊരു അപ്പോസ്തോലിക് അതോറിറ്റി ഉണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ 1-ാം നൂറ്റാണ്ടിൽ അപ്പോസ്തലന്മാർ ജീവിച്ചിരുന്നപ്പം തന്നെ എഴുതപ്പെട്ട സഭയിലെ കാര്യങ്ങൾ എങ്ങനെ ചെയ്യണം എന്ന് നമ്മൾ ശുശ്രൂഷ സഹായി എന്നൊക്കെ പറയുന്ന പോലെ എഴുതപ്പെട്ട ഒരു ബുക്കാണ് ഡൈഡാക്കി എന്ന് പറയുന്ന ഒരു ബുക്ക്. അത് കാനനൈസ് ചെയ്യപ്പെടണമെന്ന് പറഞ്ഞ് വാദിച്ച ആളുകളുണ്ട്. പക്ഷെ അതെന്തുകൊണ്ടാണ് കാനനൈസ് ചെയ്യാത്തതെന്ന് ചോദിച്ചാൽ അതിൻ്റെ അകത്തിൽ എന്തില്ല? അപ്പോസ്തോലിക് അതോറിറ്റി ഇല്ല. കാരണം അത് എഴുതിയത് അപ്പോസ്തോലനോ അപ്പോസ്തോലൻ്റെ കൂടെ നടന്നിരുന്ന ഒരാളാണെന്നോ ഉള്ള തെളിവ് എന്തില്ല? ഇല്ല. 1-ാം നൂറ്റാണ്ടിൽ ശേഷം, അതായത് മേ ബി ലൈക്ക് പോളികാർപ്പിനെ പോലുള്ള അപ്പോസ്തലന്മാരുടെ ശിഷ്യന്മാരുടെ കാലത്ത് എഴുതപ്പെട്ട പുസ്തകമാണ് ഹെർമാസിൻ്റെ ഷെപ്പേഡ് എന്ന് പറയുന്ന ബുക്ക്. ഹെർമാസിൻ്റെ ഷെപ്പേഡ് കാനനൈസ് ചെയ്യപ്പെടണമെന്ന് വാദിച്ച ആൾക്കാരുണ്ട്, ബൈബിൾ വെക്കണമെന്ന് വാദിച്ച ആൾക്കാരുണ്ട്. അപ്പം ഹെർമാസിൻ്റെ ഷെപ്പേഡ് നല്ല പുസ്തകമാണ്. അപ്പം പല നല്ല പുസ്തകങ്ങളും നമ്മൾ, അല്ലെങ്കിൽ അപ്പോക്രിഫ പോലത്തെ ഗ്രന്ഥങ്ങൾ നമ്മൾ സ്വീകരിക്കാത്തതിന് കാര്യം എന്താ? അതിൽ നിന്ന് ഉപദേശം ഉൾക്കൊള്ളാത്തതിന് കാര്യം എന്താ? അതിന് അപ്പോസ്തോലിക് അതോറിറ്റി. ആ അപ്പോസ്തോലിക് അതോറിറ്റി ഏതാ? 1-ാം നൂറ്റാണ്ടോടുകൂടി അപ്പോസ്തോലനായ യോഹന്നാൻ്റെ കാലത്തോടു കൂടി തീർന്ന അപ്പോസ്തോലിക് ഏജ് എന്ന് നമ്മൾ പറയത്തില്ലേ. അപ്പം നമ്മൾ ഇന്നും ആരെയെങ്കിലും നിങ്ങൾ ആ അപ്പോസ്തോലിക് അതോറിറ്റി ഉള്ള ഒരാളാണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ യേശുവിൽ നിന്ന് കേട്ട് ഉപദേശങ്ങൾ നമ്മളെ പഠിപ്പിച്ചതുപോലെ ഇവർക്കും നാളെ ഇവർ പറയുന്നത് എന്ത് ഉപദേശമായിട്ട് സ്വീകരിക്കാനുള്ള ബാധ്യത ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? നമ്മുടെ മണ്ടയ്ക്ക് വരും. മനസ്സിലായി? ഇതിൻ്റെ അപകടം മനസ്സിലാവുന്നുണ്ടോ? 2, അപ്പോസ്തോലിക് ഏജ് കഴിഞ്ഞതോടുകൂടി അപ്പോസ്തലന്മാരുടെ കൂടെ നടന്ന അപ്പോസ്തലന്മാരെ പോലെ തന്നെ അയക്കപ്പെട്ട ശുശ്രൂഷ ചെയ്ത ആൾക്കാരായിരുന്നു ലൂക്കോസിനെ പോലെ, മാർക്കോസിനെ പോലെ ഉള്ളവർ. അവരും അയക്കപ്പെട്ട ശുശ്രൂഷ ചെയ്തവരെ നമ്മളെപ്പോലെ അപ്പോസ്തലൻ്റെ കൂടെ നടന്നു വരുക. പക്ഷെ അവരാരും എന്ത് ചെയ്തില്ല? അപ്പോസ്തലൻ എന്നുള്ള ടൈറ്റിൽ ഉപയോഗിച്ചില്ല. സഭാപിതാക്കന്മാരാരും ഉപയോഗിച്ചിരുന്നേയില്ല സഭാ ഹിസ്റ്ററിയിൽ. അപ്പൊ സഭ കാണിച്ചു തന്ന മാതൃകയിൽ അപ്പോസ്തോലിക് ഏജിനും അപ്പോസ്തോലിക് റൈറ്റിങ്സിനും അതോറിറ്റി കൊടുത്തൊരു കാനനൈസ്ഡ് ബൈബിൾ നമ്മൾ കൈ പിടിച്ചിട്ട് ആ അപ്പോസ്തോലൻ എന്നുള്ള പേര് നമ്മൾ മറ്റൊരാൾക്ക് കൊടുക്കുമ്പം ഈ അതോറിറ്റി അയാൾ പറയുന്ന കാര്യങ്ങളിലും നമ്മൾ സ്വീകരിക്കാൻ എന്തായി മാറും? ബാധ്യസ്ഥരുള്ളവരായി മാറും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യാത്തത്? അങ്ങനെ ഒരു ടൈറ്റിൽ മറ്റൊരാൾക്ക് നമ്മൾ കൊടുക്കാത്തത്. ദാസനെന്നോ കർത്താവിൻ്റെ ദാസനെന്ന് പറയുന്നതിനെക്കാട്ടിലും ഏറ്റവും ശ്രേഷ്ഠമായ മറ്റെന്താണ് നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്ന ഒരു ടൈറ്റിലുള്ളതല്ലേ? അപ്പോൾ ഇതൊക്കെ, ഈ പരിജ്ഞാനം നമുക്ക് കിട്ടുന്നത് എവിടുന്നാണ്? നമ്മൾ തിരുവചന കർത്താവ് നമുക്ക് തരുമ്പം അതിൽ നിന്ന് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടുകൂടി അത് പഠിക്കുമ്പോഴാണ്. അപ്പോൾ യഹൂദനോട് പറയുക, നീ യഹൂദൻ എന്ന് പേരുണ്ടായിരുന്നു, ന്യായപ്രമാണത്തിൽ ആശ്രയിച്ചും ദൈവത്തിൽ പ്രശംസിച്ചും ന്യായപ്രമാണത്തിൽ നിന്ന് പഠിക്കുകയാൽ അവൻ്റെ ഇഷ്ടം അറിഞ്ഞും വേദാഭേദങ്ങൾ വിവേചിച്ചും ജ്ഞാനത്തിൻ്റെയും സത്യത്തിൻ്റെയും സ്വരൂപം
ന്യായപ്രമാണത്തിൽ നിന്ന് നിനക്ക് ലഭിച്ചത് കൊണ്ട് നീ കുരുടർക്ക് വഴി കാട്ടുന്നവൻ, ഇരുട്ടിലിരിക്കുന്നവർക്ക് വെളിച്ചം, മൂഢരെ പഠിപ്പിക്കുന്നവൻ, ശിശുക്കൾക്ക് ഉപദേഷ്ടാവെന്ന് ഉറച്ചുമിരിക്കുന്നെങ്കിൽ. അപ്പം ശരിക്കും അങ്ങനല്ല. നമ്മൾ ഇത്രയും നേരം പറഞ്ഞതൊന്നും യഹൂദന്മാർ ചെയ്തിട്ടില്ല, ഇവർ പഠിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ ഇഷ്ടം അറിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണല്ലോ അമ്പ് കുലയ്ക്കാനൊക്കെ പോയത്. അതുകൊണ്ട് തന്നെ ഇവരെന്ത് ചെയ്തു? ഭേദാഭേദങ്ങളെ വിവേചിക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇരുട്ടിലിരിക്കുന്നവർക്ക് വെളികാട്ടാനൊന്നും ഇവർക്ക് കഴിഞ്ഞിട്ടില്ല. പൗലോസ് ഞാൻ പറഞ്ഞല്ലോ, ഡയാട്രിബ എന്നുള്ള മെതേഡില്ല പൗലോസ് എഴുതുന്നതുകൊണ്ടാണ് ഈ ആദ്യത്തെ വായിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുമോ യഹൂദന്മാർ ഇതൊക്കെ ചെയ്തവരാണെന്ന്. പക്ഷെ പൗലോസ് കൊണ്ട് നിർത്തുന്നത് നോക്കിയേ, അങ്ങനെ ചെയ്തു എന്ന് നീ വിചാരിച്ചെങ്കിൽ നീ എന്ത് ചെയ്തിട്ടില്ല? ഇതൊന്നും ചെയ്തിട്ടില്ല. അപ്പം ഇതൊക്കെ വിവേചിച്ചത് കൊണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടം അറിയുകയും ഭേദാഭേദങ്ങളെ വിവേചിക്കാനുള്ളത് കിട്ടുന്നത്, ഈ രണ്ട് ക്വാളിറ്റി യഹൂദന് ന്യായപ്രമാണം പഠിച്ച് കിട്ടുന്നത് കൊണ്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു? അവർ പറയുകയാണ്, ജ്ഞാനത്തിൻ്റെയും സത്യത്തിൻ്റെയും സ്വരൂപം ന്യായപ്രമാണത്തിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ചത് കൊണ്ട് നിങ്ങൾ ഇനി എന്തൊക്കെയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്? നിങ്ങൾ എന്ത് ചെയ്യണം? കുരുടരെ വഴി കാട്ടണം. അപ്പം നോക്കിക്കേ, ദൈവം നമ്മുടെ കണ്ണ് തുറപ്പിച്ചു. ബൈബിളിനകത്തിലെ പരിജ്ഞാനങ്ങൾ, അതായത് തിരുവെഴുത്തുകളിലെ പരിജ്ഞാനങ്ങൾ ദൈവം നമുക്ക് പറഞ്ഞു തരുമ്പം നമ്മളിൽ നിന്നും ദൈവം പ്രതീക്ഷിക്കുന്നത് എന്താണ്? കുരുടർക്ക് വഴി കാട്ടാൻ. അല്ലാതെ ഇത് ഞാൻ പഠിച്ചു എൻ്റെ തലയ്ക്കകത്ത് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കാൻ, നമ്മളിങ്ങനെ ഇങ്ങനെ പെരുത്തിരിക്കാൻ വേണ്ടിയിട്ടല്ലിത്. നമുക്ക് ദൈവം വെളിച്ചം തന്നിരിക്കുന്നത് നമ്മൾ പലർക്കും വെളിച്ചമായി മാറാനാണ്. നിങ്ങൾ ലോകത്തിൻ്റെ, നമ്മളത് ഇവിടെ പഠിച്ചതല്ല, നിങ്ങൾ ലോകത്തിൻ്റെ എന്താകുന്നു? വെളിച്ചമാകുന്നു. നിങ്ങൾ ലോകത്തിൻ്റെ എന്താകുന്നു? ഉപ്പാകുന്നു. അപ്പം നോക്കിക്കേ, യഹൂദന് ന്യായപ്രമാണം കൊടുത്തപ്പോഴും അവരെന്താകണമായിരുന്നു? അവർ കുരുടർക്ക് വഴി കാട്ടുന്നവരാകണമായിരുന്നു. ഇരുട്ടിലിരിക്കുന്നവർക്ക് എന്തായി മാറണമായിരുന്നു? വെളിച്ചമാകണമായിരുന്നു. മൂഢരെ എന്ത് ചെയ്യണമായിരുന്നു? പഠിപ്പിക്കണമായിരുന്നു. ശിശുക്കൾക്ക് എന്ത് ചെയ്യണമായിരുന്നു? ഉപദേഷ്ടാവാകണമായിരുന്നു. ഇതൊക്കെയാണ് അവരെന്ത് ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ അവരെന്ത് ചെയ്തില്ല? ഇതൊന്നും ചെയ്തില്ല. എന്തുകൊണ്ടാണ് ഇതൊന്നും അവർക്ക് ചെയ്യാൻ കഴിയാതെ പോയത്? അവർ ന്യായപ്രമാണത്തിൽ നിന്ന് പഠിച്ചില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ദൈവത്തിൻ്റെ ഇഷ്ടം അറിയാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ഭേദാഭേദങ്ങളെ വിവേചിക്കാൻ കഴിഞ്ഞില്ല. നോക്കിക്കേ, രണ്ടിടത്തും വന്ന തെറ്റ് സെയിമാണ്. നാച്ചുറൽ റെവലേഷൻ കിട്ടിയവർ അതിൽ നിന്ന് സൃഷ്ടാവിനെ കണ്ട്, സൃഷ്ടാവിനെ ഓർത്ത്, സൃഷ്ടാവെന്നോർത്ത് ദൈവത്തിനെ നന്ദി പറയുന്നതിന് പകരം അവർ സൃഷ്ടിയിൽ തന്നെ ആശ്രയിച്ചിട്ട് അവരെന്ത് ചെയ്തു? വീണുപോയി. ഇവിടെ സ്പെസിഫിക് റെവലേഷൻ കിട്ടിയവൻ അതിൽ നിന്ന് പഠിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടം അറിഞ്ഞ് ഭേദാഭേദങ്ങളെ വിവേചിച്ച് അത് മറ്റുള്ളവരെയും കൂടെ പഠിപ്പിക്കുന്നതിന് പകരം അവൻ എന്ത് ചെയ്തു? അവനും വീണുപോയി. അപ്പം നോക്കി, ന്യായപ്രമാണം കൊടുത്തവനും വീണുപോയി, ന്യായപ്രമാണം ഇല്ലാത്തവനും വീണുപോയി. സ്പെസിഫിക് റെവലേഷൻ കൊടുത്തവനും പ്രശംസിപ്പാനോ അല്ലെ ഒരു കാര്യം ഉണ്ടായില്ല. ജനറൽ റെവലേഷൻ കൊടുത്തവൻ, രണ്ടുപേരും ചെയ്ത മെത്തേഡ് എന്താണ്? സെയിമാണ്. എന്ത് ചെയ്യണമായിരുന്നു അത് അവരെന്ത് ചെയ്തില്ല. പകരം അവരെന്താണ് ചെയ്തത് നമുക്ക് നോക്കാം. അപ്പം എന്ന് നീ ഉറച്ചും ഇരിക്കുന്നെങ്കിൽ, നിങ്ങൾ വിചാരിച്ചുകൊണ്ടിരിക്കുക ഞങ്ങൾ ഇതൊക്കെ ചെയ്തു, ഞങ്ങൾ പഠിച്ചു, ഞങ്ങൾ ദൈവത്തിൻ്റെ ഇഷ്ടം മനസ്സിലാക്കി, ഞങ്ങൾ ഭേദാഭേദങ്ങളെ എന്ത് ചെയ്തു? വിവേചിച്ചു, ഞങ്ങൾ ഇരുട്ടിലിരിക്കുന്നവർക്ക് വെളിച്ചമായി എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നെങ്കിൽ, ഹേ അന്യനെ ഉപദേശിക്കുന്നവനെ, നീ നിന്നെ തന്നെ ഉപദേശിക്കാത്തത് എന്ത്? യഹൂദന്മാർ ഭയങ്കര ഓടി നടന്നിട്ട്, ഇത് മത്തായിയുടെ സുവിശേഷം നമ്മൾ വായിക്കും, യേശു കർത്താവ് ഈ പരീശന്മാരെ പറ്റി പറയുന്നുണ്ട്. നിങ്ങൾ കാടും മലയും ഒക്കെ കടന്നു പോയിട്ട് നിങ്ങൾ ബാക്കിയുള്ളവരെ എന്ത് ചെയ്യുക? പ്രോസൈലൈറ്റ്സ് ആക്കുക. യഹൂദ മതം അങ്ങ് വ്യാപിപ്പിക്കുക. ഇവർ ഭയങ്കര ഭാരം കയറിയിട്ട് ഇവർ കാടും മലയും ഒക്കെ കടന്നു പോയിട്ട് പ്രോസൈലൈറ്റ്സിനെ ഉണ്ടാക്കുക, യഹൂദ മതത്തിലോട്ട് ആളെ ചേർക്കുക. ഇവിടെ പറ, നീ അന്യനെ ഉപദേശിക്കുന്ന നിന്നെ തന്നെ നീ എന്ത് ചെയ്യാൻ ഒന്ന് ഉപദേശിക്കുക. യേശു കർത്താവ് ഈ പരീശന്മാരെ പറ്റി പറഞ്ഞപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അവര് നിങ്ങളോട് ഉപദേശിക്കുന്നതൊക്കെ എന്ത് ചെയ്യണം? അത് ഭയങ്കര രസമാണ്. അതെ, എങ്ങനെയാ അങ്ങനെയൊക്കെ സംസാരിക്കാൻ കഴിയുക? യേശു കർത്താവ് പറയാ, പരീശന്മാരോട് പറ്റി പറയാ, അവരെ നിങ്ങളോട് ഉപദേശിക്കുന്നതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം. കാരണം അവർ പറയുന്നതൊക്കെ കറക്റ്റ് ന്യായപ്രമാണത്തിലുള്ള കാര്യമാണ്. പക്ഷെ അവരെ പോലെ എന്ത് ചെയ്യരുതെന്ന്. അപ്പൊ ഇവിടെ പറയാ, നീ അന്യനെ ഭയങ്കര ഉപദേശമാണ്. കാടും മലയൊക്കെ കടന്നു പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഭയങ്കരമായിട്ട് അന്യനെ ഉപദേശിക്കുക. ഈ ദാവീദ്, നമ്മൾ ഈ മുൻവിധിയെ പറ്റി, വിധിക്കുന്നതിനെ പറ്റി മുകളിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ ദാവീദിന്റെ അടുത്ത് നാദാം പ്രവാചകൻ വന്നിട്ടേ ഒരു കഥ പറയുമല്ലോ.
അതായത് ഒരു ധനികനായ മനുഷ്യനുണ്ടായിരുന്നു, മറ്റേ ഒരു പാവപ്പെട്ടവൻ്റെ ആടിനെ എന്ത് ചെയ്തു, മറ്റേ കൂട്ടുകാർ വന്നപ്പം അവരോട് ചോദിക്കാതെ എടുത്ത് എന്ത് ചെയ്തു, കൊന്നു കളഞ്ഞു. ദാവീദ് ഇതൊക്കെ കേട്ടിട്ട് ഇങ്ങനെ അങ്ങ് ഓൾറെഡി വിധിയൊക്കെ പുറപ്പെടുവിച്ച് കഴിഞ്ഞു. ആ മനുഷ്യൻ മരണയോഗ്യൻ എന്നുള്ള വിധിയൊക്കെ ഓൾറെഡി പുറപ്പെടുവിച്ച് കഴിഞ്ഞു. പക്ഷെ 4-ാം പ്രവാചകൻ പറയുക ആ മനുഷ്യൻ നീയാണെന്ന് പറയുക. സിമ്പിൾ ആ സ്റ്റാറ്റ്. നമ്മൾ പലപ്പോഴും നമ്മുടെ മനസ്സിൽ ചിലർ ചെയ്യുന്നതൊക്കെ കണ്ടിട്ട് നമ്മൾ വിധിയൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുക. അവൻ അത് ചെയ്യുന്നത് കൊണ്ട് അവൻ ഒരു കാശിനും കൊള്ളാത്തവനല്ല, ഇവൻ ഇങ്ങനെ ആയതുകൊണ്ട് ഇവൻ ദൈവസന്നിധി യോഗ്യനല്ല. പക്ഷെ ഇത് അതുകൊണ്ടാണ് പറയുന്നത്, വിധിക്കുന്ന നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ തന്നെ വിധിക്കുക. അപ്പം നമ്മൾ ഓൾറെഡി എന്താണ് ഇവിടെ യഹൂദന്മാരോട് പറയാ, നീ അന്യനെ ഉപദേശിക്കാൻ ഭയങ്കര എന്താണ് മിടുക്കാണ്, പക്ഷെ നീ എന്ത് ചെയ്യുന്നില്ല, നിന്നെ തന്നെ ഉപദേശിക്കുന്നില്ല. പലപ്പോഴും ഈ പെന്തിക്കോസ് കോളത്തിൽ എൻ്റെ ഏറ്റവും വലിയ ഇപ്പോഴത്തെ ഒരു സങ്കടം, ഞാൻ ഈ പെന്തിക്കോസ് എടുത്തു പറയുന്നത് അത് ഈ ജനിച്ചു വളർന്ന ഒരാളായതുകൊണ്ട് ആ ഒരു പ്രാഗൽഭ്യം ഉള്ളതുകൊണ്ടാണ് കേട്ടോ. ഇത് എല്ലാവരും, ഞാൻ പറഞ്ഞല്ലോ, വെദർ യു ആർ ലൈക്ക് നാച്ചുറൽ റെവലേഷൻ കിട്ടിയവനാണെങ്കിലും സ്പെസിഫിക് കിട്ടിയവനാണെങ്കിലും അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമ്മൾ ഭാവിയാണെന്നും ക്രൂശിൻ്റെ മറവിലെ നീതിയെ നമുക്ക് എന്തുള്ളൂ, ആശ്രയമുള്ളൂ എന്നും നമ്മൾ മനസ്സിലാക്കണം. അപ്പം ഈ നമ്മൾ ഈ പെന്തിക്കോസിലൊക്കെ കേൾക്കുന്ന പല മെസ്സേജുകളുടെയും പിന്നിൽ പലപ്പോഴും ഈ പ്രസംഗിക്കുന്ന ആൾ ഒരു നീതിയുടെ കവചത്തിൽ നിന്നുകൊണ്ട് കേൾക്കുന്ന നിങ്ങൾ പാപികളാണെന്നുള്ള രീതിയിലുള്ള ഒരു തലം പലപ്പോഴും കേൾക്കാറുണ്ട്. നിങ്ങൾ നന്നാവ്, നിങ്ങൾ ശരിയാവ്. അപ്പോൾ നോക്കി ഇവിടെ പൗലോസ് പറയും, അന്യനെ ഉപദേശിക്കുന്ന നീ എന്താ, നിന്നെ എന്ത് ചെയ്യുന്നില്ല, ഉപദേശിക്കുന്നില്ല. ബിക്കോസ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഞാനും എന്താണ്, പാപിയാണ് അല്ലേ. ഇപ്പം ഞാൻ ഇവിടെ നിന്ന് ഇത് ബൈബിളിൽ അല്ലെങ്കിൽ തിരുവെഴുത്തുകളെ പൊരുൾ തിരിച്ചു തരുമ്പോൾ നിങ്ങളെക്കാട്ടിലും ശ്രേഷ്ഠതയുള്ള ആളായതുകൊണ്ടല്ല എന്ത് ചെയ്യുന്നത്, ഇത് ചെയ്യുന്നത്. ബൈബിൾ പഠിപ്പിക്കുന്നു, പൊരുൾ തിരിക്കുന്നതൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ പണിയാണ്. നമ്മളെ എല്ലാവരെയും ദൈവ ടൂളുകളായിട്ട് എന്ത് ചെയ്യുന്നു, ഉപയോഗിക്കുന്നേ ഉള്ളൂ. അതിനർത്ഥം ഈ പറയുന്ന ആളെന്തോ കേമനാണെന്നും കേൾക്കുന്ന ആൾക്കാർ കുറഞ്ഞ ആളെന്നും അങ്ങനല്ല. നമ്മളെല്ലാവരും എന്താണ്, നമ്മളിലേക്ക് തന്നെ നോക്കുകയും ക്രിസ്തുവിൻ്റെ നീതി ആവശ്യമുള്ളവരുമാണ്. അപ്പോൾ യഹൂദന്മാർ വിചാരിച്ചു ഞങ്ങൾ യഹൂദനാണ്, ഞങ്ങൾക്ക് ന്യായപ്രമാണമുണ്ട്, ഞങ്ങളിത് പഠിച്ച ടീംസാണ്, ഞങ്ങൾക്കതുകൊണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടമൊക്കെ അറിയാം, ഞങ്ങൾക്ക് ഭേദാഭേദങ്ങളെയൊക്കെ വിവേചിക്കാൻ അറിയാം, ഞങ്ങൾ പിന്നെ ഇഷ്ടം പോലെ ആൾക്കാർക്ക് വെളിച്ചം കാണിക്കുന്നുണ്ട്, കുരുടന്മാരെ നമ്മൾ നേർവഴിക്ക് നടത്തുന്നുണ്ട് എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നെങ്കിൽ നീ വലിയ ഉപദേശിക്കാനൊന്നും പോണ്ട, നീ നിന്നെ തന്നെ എന്ത് ചെയ്യണം, ഉപദേശിക്കണം. എന്നിട്ട് പൗലോസ് മുഖത്തടിക്കുന്ന പോലെ പറയുകയാണ്, മോഷ്ടിക്കരുത് എന്ന് പ്രസംഗിക്കുന്ന നീ മോഷ്ടിക്കുന്നുവോ, വ്യഭിചാരം ചെയ്യരുത് എന്ന് പറയുന്ന നീ വ്യഭിചാരം ചെയ്യുന്നുവോ, വിഗ്രഹങ്ങളെ വെറുക്കുന്ന നീ ക്ഷേത്രം കവർച്ച ചെയ്യുന്നുവോ, ന്യായപ്രമാണത്തിൽ പ്രശംസിക്കുന്ന നീ ന്യായപ്രമാണ ലംഘനത്താൽ ദൈവത്തെ അപമാനിക്കുന്നുവോ. നോക്കി എണ്ണി 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 പൗലോസ് ഇങ്ങനെ മുഖത്തോരോ അടി കൊടുക്കുന്നവരാണ് പൗലോസിൻ്റെ ഓരോ ചോദ്യങ്ങളും. പൗലോസ് ചോദിക്കുകയാണ്, നീ വിഗ്രഹങ്ങളെ വെറുക്കുക എന്ന് നീ പറയുക, എന്നിട്ട് നീ എന്ത് ചെയ്യുക, വിഗ്രഹത്തെ കൊള്ളയടിക്കുക. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇതിപ്പോൾ യഹൂദന്മാർക്ക് എഴുതുന്നത് കൊണ്ടാണ് യഹൂദ പശ്ചാത്തലത്തിൽ പൗലോസ് എഴുതുന്നത്. ഇതിപ്പോൾ നേരെ മറിച്ച് ഇന്ന് നമ്മളോടാണ്, അല്ലെങ്കിൽ ഇപ്പോൾ കേരളത്തിലെ പെന്തിക്കോസ്തരോടാണ് ഇന്ന് ഇത് എഴുതുന്നെങ്കിൽ എങ്ങനെയാണ് ഞാൻ പറയേണ്ടത്? 5000 രൂപയുടെ മാല വെറുക്കുന്ന നീ 50 ലക്ഷത്തിൻ്റെ കാറ് വാങ്ങിക്കുന്നുവോ, അല്ലേ? ശരിയല്ലേ? നമ്മൾ ഇതേ കാര്യമല്ലേ? ഞാൻ സ്പെസിഫിക് ആയിട്ട് അങ്ങനെ പറയാൻ പറഞ്ഞല്ലോ, ഞാനിത് ജനിച്ചു വളർന്ന ആളായതുകൊണ്ടാണ് എനിക്കിത് പറയാനുള്ള പ്രാഗൽഭ്യം. ഇത് എല്ലാ ജാതിയിലും എല്ലാ മതത്തിലുള്ളവർക്കും ഇതേപോലത്തെ ചോദ്യങ്ങൾ തിരിച്ചു ചോദിക്കാനുണ്ടല്ലേ. നമ്മളെന്താണ്, വെള്ള വസ്ത്രം സിംപ്ലിസിറ്റിക്ക് വേണ്ടി ഇടുന്നു എന്ന് പറയുന്ന നീ അമേരിക്കൻ ഷിഫോണിന്റെ വെള്ള വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നടക്കുന്നുവോ, അല്ലേ? എല്ലാം ചോദിക്കാനാണ്. അന്യനെ വിധിക്കുന്ന നീ നിന്നെ തന്നെ നോക്കിയാൽ നമ്മൾ ആരും ഈ നീതിയുടെ കടവ് പോലും പോയി നിൽക്കാൻ പോലും, ഞാൻ പറഞ്ഞല്ലോ, പോയി നിൽക്കാൻ പോലും യോഗ്യതയുള്ളവർ അല്ല. അപ്പോൾ യഹൂദന്മാരെ പറ്റിയിട്ട് പൊതുവേ അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്ന കുറേ സ്റ്റീരിയോടൈപ്പിക് സാധനങ്ങളെ പൗലോസ് എടുത്ത് പറയുക. പൗലോസ് പറയുകയാണ്, മോഷ്ടിക്കരുതെന്ന് പ്രസംഗിക്കുന്ന നീ മോഷ്ടിക്കുന്നുവോ. ഇതിനെപ്പറ്റിയിട്ട് ഈ ചരിത്രത്തിൽ നമുക്ക് വലിയ രേഖകളൊന്നും ഇല്ലെങ്കിൽ ഈ താഴെ പൗലോസ് ഒന്നുകൂടെ പറയുന്നുണ്ട്, മറ്റേ വിഗ്രഹം വെറുക്കുന്ന നീ ക്ഷേത്രം കവർച്ച ചെയ്യുന്നു എന്നാണ്. ഇതിനെപ്പറ്റി പല ക്ലാസ്സുകളിലും പലരും പഠിപ്പിക്കുന്ന ഒരു വാദം എന്ന് പറഞ്ഞാൽ, ഈ യഹൂദന്മാരന്ന് ഈ പേഗൻ, അതായത് എഫസോസ് എന്നൊക്കെ പറഞ്ഞ അർത്തമീസ് ദേവിയുടെ ഒക്കെ ഭയങ്കര എന്താ പറയണ്ടേ അമ്പലങ്ങളുള്ള സ്ഥലമാണ്. അപ്പോൾ അവിടെയൊക്കെ പോയിട്ട് യഹൂദന്മാർ ഈ അമ്പലങ്ങളിൽ നിന്ന് എന്ത് ചെയ്യുമായിരുന്നു, മറ്റേ മോഷ്ടിക്കുമായിരുന്നു എന്ന് ബേസിക്കലി ചരിത്രത്തിൽ നമുക്കിതിന് രേഖകളൊന്നുമില്ല. പക്ഷേ ഈ വാദം പഠിപ്പിക്കുന്നവർ പറയുന്നത് അപ്പോസ്തല പ്രവൃത്തിക്കകത്തിൽ പൗലോസും ബർണബാസുമാണെന്ന് തോന്നുന്നു. ഇവർ എഫസോസിൽ പ്രസംഗിക്കാൻ ചെല്ലുമ്പം ഈ അവിടുത്തെ ആൾക്കാർ ഇവർക്കെതിരെ വരുമ്പം ഒരു വാക്യം അവിടെ എഴുതിയിട്ടുണ്ട്,
മറ്റേ ഇവർ അമ്പലം കവർച്ച ചെയ്ത യഹൂദന്മാരല്ലെന്നോ അങ്ങനെ ആ ആളുകളല്ലെന്നോ മറ്റോ ഇവരെ സാധൂകരിച്ച് പറയുന്ന ഒരു വാക്ക് അപ്പോസ്തല പ്രവൃത്തിയിൽ എഴുതിയിട്ടുണ്ട്. അപ്പം അതൊരു ആക്ച്വൽ റെഫറൻസ് ഒന്നും അല്ലത്. പക്ഷെ അതിന്റെ ബേസിൽ ചിലർ പറയുന്നുണ്ട് യഹൂദന്മാരന്ന് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ജാതികളുടെ അമ്പലങ്ങൾ കവർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു എന്നൊരു പഠിപ്പീര് ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. മറ്റൊരു പഠിപ്പീര് ഇതിനെപ്പറ്റി പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ ഇവരുടെ തന്നെ ദേവാലയത്തിൽ നിന്ന് ഇവരെന്ത് ചെയ്തു, ഇവര് കവർച്ച ചെയ്യുമായിരുന്നു അല്ലേ. ഈ യേശു കർത്താവിന്റെ കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ സാദൂക്കീസ് ആയിരുന്നല്ലോ മഹാപുരോഹിതന്മാര്. അവരൊക്കെ എന്ന് പറഞ്ഞാൽ കറപ്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ, അതായത് ദൈവസാന്നിധ്യമൊക്കെ എവിടുന്ന് പോയി, ദേവാലയത്തിൽ നിന്ന് പോയി. ദൈവസാന്നിധ്യം ഒന്നും അതിൻ്റെ 7 അയലത്ത് പോലും ഇല്ല. ഇവർ ചുമ്മാതെ ഒരു കെട്ടിടവും പണിത് വെച്ചിട്ട് ജനങ്ങളെ അങ്ങ് എന്ത് ചെയ്യുക, ദ്രോഹിക്കുകയാണങ്ങ്. ഈ യേശു കർത്താവ് ജനിച്ചപ്പം ആട്ടിടയന്മാർ വന്നില്ലേ, ആട്ടിടയന്മാർക്ക് എന്ത് ചെയ്തു, ഫസ്റ്റ് ക്രിസ്മസ് സോങ് കേൾക്കുന്ന അവരല്ലേ, അതായത് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം എന്നുള്ളത്. ഈ അവരെ ആട്ടിടയന്മാരെന്ന് പറയുമ്പം ശരിക്കും മറ്റേ ഈ ആടുകളെ നോക്കുന്ന ഇടയന്മാരല്ല. ഈ ആട്ടിടയൻ എന്ന് പറയുമ്പം യെരുശലേമില് യാഗം കഴിക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന ആടിനെ ഊനമില്ലെന്ന് പറഞ്ഞ് സർട്ടിഫൈ ചെയ്യേണ്ടത് ആരാ? പുരോഹിതന്മാരാ. അപ്പൊ ഈ കൊണ്ടുവരുന്ന ആടുകളെ ഒന്നും എന്ത് ചെയ്യത്തില്ല, ഇവർ അപ്രൂവ് ചെയ്യത്തില്ല. പകരം ഇവരെന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഗലീലിയിൽ ഇവർക്ക് ബിസിനസ് ഉണ്ട്. അവിടുന്ന് ആടുകളെ ഇവർ തന്നെ ഇവരുടെ ഏജന്റുമാരെ നിർത്തി ആടിനെ കൊണ്ടുവന്ന് അപ്പുറത്ത് വെച്ചിരിക്കുക. അപ്പൊ ഈ കൊണ്ടുവരുന്ന ആടിനെ ഇവർ അപ്രൂവ് ചെയ്യാതെ അപ്പുറത്ത് ഇവരുടെ അവിടെ പോയി വാങ്ങിച്ചോണ്ട് വരണം. അതെ. അപ്പൊ ബേസിക്കലി ഫുള്ള് ബിസിനസ്സാ. അപ്പൊ ഈ ഗലീലിയിൽ നിന്ന് എന്ത് ചെയ്യണം, അവിടെ ഈ യെരുശലേമിൽ അധികം ആടിനെ മേയ്ക്കാനുള്ള പച്ചപ്പൊന്നുമില്ല. ഗലീലി നല്ല പച്ചപ്പുള്ള സ്ഥലമാണ്. അപ്പൊ അവിടെ ആടുകളെ വളർത്തി കുറെ ഏജന്റുമാരുണ്ട്. അവരുടെ പണി അതിനെ അവിടുന്ന് ഇവിടെ കൊണ്ടുവരണം, യെരുശലേം ദേവാലയത്തിന്റെ പാളയത്തിന് പുറത്ത് കൊണ്ടുവരണം. അവരാണ് ഈ ആട്ടിടയന്മാരെന്ന് ടേം ചെയ്തിരിക്കുന്ന ആളുകൾ. അപ്പോൾ നോക്കി മൊത്തം കറപ്റ്റഡ് ആയിപ്പോയി. എന്നിട്ട് ഇവർ ഭയങ്കര പ്രശംസയിൽ നിൽക്കുകയാണ്, ഞങ്ങൾ യഹൂദനാണ്, ഞങ്ങൾക്ക് ന്യായപ്രമാണം ഉണ്ട്, ഞങ്ങൾ ഇതിൽ നിന്ന് പഠിക്കുന്ന ആളുകളാണ്, ഞങ്ങൾ കുരുടനെ വഴി കാണിക്കുന്നവരാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുമ്പം പൗലോസ് പറഞ്ഞു, നിങ്ങൾക്ക് ഇതൊന്നും പറയാൻ എന്തില്ല, ഇതൊക്കെ ചെയ്യേണ്ടിയിരുന്നു, പക്ഷെ നിങ്ങൾ എന്ത് ചെയ്തില്ല, നിങ്ങൾ അന്യനെ ഉപദേശിക്കുന്ന നീ നിന്നെ തന്നെ എന്താണ് ഉപദേശിക്കാത്തത്? മോഷ്ടിക്കരുതെന്ന് പ്രസംഗിക്കുന്ന നീ എന്ത് ചെയ്യുന്നു? മോഷ്ടിക്കുന്നുവോ? വ്യഭിചാരം ചെയ്യരുതെന്ന് പറയുന്ന നീ വ്യഭിചാരം ചെയ്യുന്നുവോ? ശരിക്കും പറഞ്ഞാൽ പുതിയ നിയമത്തിൻ്റെ സ്റ്റാൻഡേർഡിൽ നിന്ന് ഈ വാക്യമൊക്കെ വായിക്കുമ്പം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ മറ്റേ 1-ാം അധ്യായത്തിൻ്റെ അവസാനത്തിൽ നമുക്ക് നിർത്തിയിട്ട് വേണമെങ്കിൽ 3-ാം അധ്യായത്തിലോട്ട് നമുക്ക് ചാടാമായിരുന്നു. ഈ പുതിയ നിയമത്തിൻ്റെ സ്റ്റാൻഡേർഡിൽ ഈ ഓരോ വാക്യങ്ങളിൽ കൂടെ പോകും. യേശു കർത്താവ് പഴയ നിയമത്തിൽ എന്താണ് ഈ സ്ത്രീയോട് വ്യഭിചാരം ചെയ്യുക എന്നുള്ളതായിരുന്നു പാവം. യേശു കർത്താവ് പറയുക സ്ത്രീയെ മോഹിക്കേണ്ടതിന് നോക്കുന്നവനൊക്കെ പാവം ചെയ്തു പോയി. അങ്ങനെ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഞാനൊക്കെ മേ ബി ഈ ഒരു വർഷം തന്നെ എത്ര വ്യഭിചാരം കഴിഞ്ഞ വ്യക്തിയായിരിക്കാം അല്ലേ. ഇത് നമ്മൾ ദൈവനീതിയുടെ മുന്നിൽ വന്ന് നിൽക്കുക എന്നുള്ളത് മാത്രമല്ലാതെ കൺമോഹങ്ങളൊക്കെ നമ്മളെ വീഴ്ത്തുന്നതും സാങ്ക്ടിഫിക്കേഷനിലായതുകൊണ്ട് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ആ ബോധം അപ്പം തന്നെ തരുന്നത് കൊണ്ട് നമ്മൾ കർത്താവെ ക്ഷമിക്കണമെന്ന് പറയാനും ദൈവം നമ്മളെ എന്ത് ചെയ്യുകയാണ്, നമ്മളുടെ ചിന്തകളിൽ നിന്ന് നമ്മളുടെ ബയോളജിക്കൽ ബോഡി നമ്മളെ ഓരോ തവണ പാപത്തിലോട്ട് വീഴ്ത്തുമ്പോഴും പരിശുദ്ധാത്മാവ് നമ്മളെ എന്ത് ചെയ്യുകയാണ്, സേവ് ചെയ്യുകയാണ്. പരിശുദ്ധാത്മാവ് വിശുദ്ധീകരണത്തിലൂടെ നമ്മളെ അതുകൊണ്ട് നമ്മൾ പഠിക്കും 3-ാം അധ്യായത്തിൽ വരെ നമ്മൾ പറയും വിശുദ്ധീകരണത്തിൽ പോലും എനിക്ക് പ്രശംസിപ്പാൻ എന്തില്ല, ഒന്നുമില്ല. കൃപയാൽ പരിശുദ്ധാത്മാവ് എന്നെ വഴി നടത്തുന്നത് അത്രയാകുന്നു. അപ്പൊ നോക്കി എന്തോരം ദൈവത്തിന്റെ നീതിയുടെ മുന്നിൽ ആർക്കും നിൽക്കാൻ കഴിയില്ല എന്ന് പൗലോസ് ഇവിടെ സ്ഥാപിച്ചു വെക്കുന്ന. നീ വലിയ വർത്താനമൊക്കെ പറയുന്നുണ്ടെങ്കിലും വ്യഭിചാരം ചെയ്യരുതെന്ന് പഠിപ്പിക്കുന്ന നീ എന്ത് ചെയ്യുക, അത് തന്നെ ചെയ്യുക. ഇതിനെപ്പറ്റി പറയുമ്പം ഈ യേശു കർത്താവ് യെരുശലേമിലുള്ളപ്പം വ്യഭിചാരത്തിൽ പിടിച്ച ഒരു സ്ത്രീയെ എന്ത് ചെയ്യും, കല്ലെറിഞ്ഞ്, മോശയുടെ ന്യായപ്രമാണത്തിൽ അതുണ്ട്, വ്യഭിചാരത്തിൽ പിടിക്കുന്നവരെ എന്ത് ചെയ്യാം, കല്ലെറിഞ്ഞ് കൊല്ലാം, അത് ന്യായപ്രമാണമാണ്. അപ്പം ഈ യേശു കർത്താവ് അവിടെ ഉണ്ടായിരുന്നു. അപ്പം യഹൂദന്മാർക്ക് ഒരു സംഭവം, ഒരു നിയമമുണ്ട്, എവിടെയെങ്കിലും വെച്ചിട്ട് മോശയുടെ ന്യായപ്രമാണം നിവൃത്തിയാക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു റാബായി ഉണ്ടെങ്കിൽ റാബായിയോട് ചോദിച്ച് ഒന്നുകൂടെ കൺഫേം ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ യേശു എന്നൊരു നസറേത്തിൽ നിന്നൊരു റാബായി വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ട് ഇവരെന്ത് ചെയ്യുക, യേശുവിൻ്റെ അടുത്ത് പോയിട്ട് ചോദിക്കുക, സംഭവം ഞങ്ങൾ ഓൾറെഡി എല്ലാം ചെയ്തു, മോശയുടെ ന്യായപ്രമാണ പ്രകാരം ഇവൾ എന്താണ് കല്ലെറിഞ്ഞ് കൊല്ലാൻ യോഗ്യയാണ്, പിന്നെ ജസ്റ്റ് ഒന്ന് ചോദിക്കുന്നതേ ഉള്ളൂ എന്നുള്ള രീതിയിൽ ചോദിക്കുമ്പോൾ യേശു കർത്താവ് പറയുക, നിങ്ങൾ ഈ പാപം ചെയ്തിട്ടില്ലാത്തവർ കല്ലെറിയത്തില്ല. അതിൻ്റെ അകത്ത് നിന്ന് ഏറ്റവും പ്രായം കുറഞ്ഞവർ തൊട്ട് കൂടിയവർ വരെ കല്ല് താഴെ ഇട്ടിട്ട് പോയി.
ഇത്രയുമേ ഉള്ളൂ. ദൈവത്തിൻ്റെ നീതിയുടെ മുന്നിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നിൽക്കാൻ പറ്റത്തില്ല. നമ്മൾ പലപ്പോഴും പലരെയും നമ്മൾ വിധിക്കും, അവർ ആ പാപം ചെയ്തവരാണ്, ഇവർ ഈ പാപം ചെയ്തവരാണ്. പക്ഷേ ഇവിടെ പൗലോസ് പറയുക, നമ്മുടെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ നമ്മളെന്താണ്? പാപിയാണ്. നമുക്ക് പേരുണ്ട്, യഹൂദൻ എന്നുള്ള വലിയ പേരുണ്ട്, ഞങ്ങൾക്ക് വലിയ നമ്മുടെ കയ്യിൽ ഇത് തന്നിട്ടുണ്ടെന്നുള്ള പ്രൗഡുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിലും നീ ഇതിലൊന്നും എന്തല്ല, ന്യായപ്രമാണപ്രകാരം ഇത് പാലിക്കേണ്ട നീ ഇതൊന്നും എന്ത് ചെയ്തിട്ടില്ല. എങ്ങനെ മെറ്റവർ, അതെ. അങ്ങനെ എന്തോരം ടാഗുകളിലാണ് നമ്മൾ പലപ്പോഴും പലരെയും എന്ത് ചെയ്യുന്നത്, പെടുത്തുന്നത്, അല്ലേ? ഇപ്പോൾ പൗലോസ് പറയുക, നീ എന്ത് ചെയ്തു? ഇതൊക്കെ നീ ചെയ്തു. വിഗ്രഹങ്ങളെ വെറുക്കുന്ന നീ എന്ത് ചെയ്തു? ക്ഷേത്രം കവർച്ച ചെയ്യുന്നുവോ? ന്യായപ്രമാണത്തിൽ പ്രശംസിക്കുന്ന നീ എന്ത് ചെയ്തു? ന്യായപ്രമാണ ലംഘനത്താൽ ദൈവത്തെ അപമാനിക്കുന്നുവോ? നോയിക്കേ, ന്യായപ്രമാണത്തിൽ ഇവർ പ്രശംസിച്ചിട്ട് ന്യായപ്രമാണം ലംഘിക്കുമ്പം ഇവഞ്ച്വലി സംഭവിക്കുന്നത് എന്താ? ദൈവനാമത്തെ എന്ത് ചെയ്യുകയാണ്? ദുഷിക്കപ്പെടുക. ഇന്നും ഇത് തന്നെ സംഭവിക്കുന്നത്. ഇപ്പം എനിക്ക് ദൈവവുമായിട്ട് ഒരു ബന്ധവും ഇല്ല, ഞാൻ ദൈവവചനം ഒന്നും പറയാതെ നടന്നിട്ട് ഞാനൊരു തെറ്റ് ചെയ്താൽ എന്നെ ആൾക്കാർ മോശമായിട്ട് കാണും. പക്ഷെ അവിടെ ദൈവനാമത്തെ എന്ത് ചെയ്യുന്നില്ല? ദുഷിക്കപ്പെടുന്നില്ല. പക്ഷെ ഞാൻ പറയുക, ഞാൻ ഭയങ്കര ക്രിസ്ത്യാനിയാണെന്നും ഞാൻ ഭയങ്കര ക്രിസ്ത്യൻ വാല്യൂസ് കീപ്പ് ചെയ്യുന്ന ആളാണെന്നും ഒക്കെ പറഞ്ഞിട്ട് നാളെ ഞാൻ ഇതിൻ്റെ അകത്തിലെ ക്രിസ്ത്യൻ വാല്യൂസ് കീപ്പ് ചെയ്യാതെ നടക്കുമ്പം അവിടെ എന്നെക്കാട്ടിലും വലിയ ഡാമേജ് ഉണ്ടാകുന്ന ആർക്കാണ്? ദൈവത്തിനാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് യേശു കർത്താവിൻ്റെ ലോർഡ്സ് പ്രെയർ പഠിപ്പിച്ചപ്പം പറയുകയാണ്, എന്ത്? അങ്ങയുടെ നാമം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, അങ്ങയുടെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, മഹത്വീകരിക്കപ്പെടണമേ. ഞാനത് പോയി പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ലൈഫിൽ അന്നത്തെ ദിവസം ഞാൻ ചെയ്തതെല്ലാം ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന കാര്യങ്ങളാണോ എന്ന് ഞാൻ എന്ത് ചെയ്യണം? ഫസ്റ്റ് ശോധന ചെയ്യണം. അപ്പോൾ ഇവിടെ പറയുകയാണ്, ന്യായപ്രമാണം ഉണ്ടെന്നൊക്കെ നിന്റെ കയ്യിലുണ്ട്, നിനക്ക് സ്പെസിഫിക് റെവലേഷനൊക്കെ കിട്ടി, പക്ഷെ നീ എന്ത് ചെയ്തു? അത് ലംഘിച്ച് നടന്നിട്ട് ദൈവത്തിനെ എന്ത് ചെയ്തു? അപമാനം നീ വരുത്തി വെച്ചു എന്ന് യഹൂദനോട് പറയുകയാണ്. നിങ്ങൾ നിമിത്തം ദൈവത്തിൻ്റെ നാമം ജാതികളുടെ ഇടയിൽ ദുഷിക്കപ്പെടുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. എഗെയിൻ പൗലോസ് പ്രവചന പുസ്തകത്തിൽ നിന്ന് കോട്ട് ചെയ്തിട്ട് പറയുകയാണ്, യഹൂദന്മാരെ ശരിക്കും ദൈവം തിരഞ്ഞെടുത്തത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ മറ്റേ ആദ്യം യഹൂദനും പിന്നെ യവനനും എന്നുള്ള ഭാഗം പറഞ്ഞപ്പോൾ നമ്മൾ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തായിരുന്നു, ഓർക്കുന്നുണ്ടോ? യഹൂദനെ തിരഞ്ഞെടുത്തത് എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു ക്ലാസ്സിൽ നിന്നൊരു ലീഡറിനെ തിരഞ്ഞെടുക്കുന്ന പോലെ തിരഞ്ഞെടുത്തേക്കുക. ഇവരൊരു റോൾ മോഡലാണ്. ഇവരെ കണ്ടിട്ട് ചുറ്റുമുള്ള ജാതികൾ എന്ത് ചെയ്യണം? ഇവരുടെ ദൈവം ശരിക്കും അങ്ങനെ സംഭവിച്ചു, അല്ലേ? ഇപ്പം രൂത്തിനെ പോലെയുള്ള ആളുകൾ, മറ്റേ നമ്മുടെ മറ്റേ മതിലിൽ താമസിച്ചുകൊണ്ടിരുന്ന രാഹാബിനെ പോലുള്ള ആളുകൾ, ഇവരൊക്കെ ഇൻഫ്ലുവൻസ്ഡ് ആയി. യഹൂദനൊരു ദൈവം ഉണ്ടെന്നും യഹൂദൻ്റെ ദൈവം സത്യദൈവമാണെന്നും അവരെന്ത് ചെയ്തു? മനസ്സിലാക്കി. അപ്പോൾ എൻ്റെ യഹൂദനിൽ നിന്നും ദൈവം പ്രതീക്ഷിച്ചിരുന്ന എന്താണ്? ഇവർ കംപ്ലീറ്റ് ചുറ്റുമുള്ള ജാതികൾക്ക് ഇവരൊരു മാതൃകയായിട്ട് നിൽക്കണം. അന്നത്തെ നോൺ വേൾഡിന് ഫുൾ ഇവരെന്താവണം? ദൈവം തിരഞ്ഞെടുക്കുന്ന ജാതി ഇങ്ങനെയാണെന്ന് കണ്ടിട്ട് എല്ലാവരും ആ ദൈവത്തെ എന്ത് ചെയ്യണം? അറിയണമായിരുന്നു. പക്ഷേ യഹൂദൻ വീണു പോയത് കൊണ്ട് പ്രവാചകന്മാർ ഇവരോട് പറഞ്ഞിരിക്കുക, നിങ്ങൾ കാരണം ദൈവത്തിന് എന്തായി മാറി? നിങ്ങൾ അവിടെ പ്രവചന പുസ്തകത്തിൽ പറഞ്ഞിരിക്കുക, നിങ്ങൾ നിമിത്തം ദൈവത്തിൻ്റെ നാമം ജാതികളുടെ ഇടയിൽ ദുഷിക്കപ്പെട്ടിരിക്കുന്നുവല്ലോ എന്ന് പ്രവാചക പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന പൗലോസ് ഒന്നുകൂടി ഇവിടെ എടുത്തിവരെ ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾ കാരണം ജാതികളുടെ ഇടയിൽ ദൈവത്തിൻ്റെ നാമം ദുഷിക്കപ്പെടുന്നു എന്ന് എഴുതിയിരിക്കുന്നല്ലോ എന്ന്. എന്നിട്ട് പറയാം, നീ ന്യായപ്രമാണം ആചരിച്ചാൽ പരിച്ഛേദന പ്രയോജനമുള്ളത് സത്യം. ന്യായപ്രമാണം ലംഘിയായാലോ നിന്റെ പരിച്ഛേദന അഗ്രചർമ്മമായി തീർന്നു. നോയിക്കേ, യഹൂദന്മാരുടെ രണ്ടാമത്തെ പ്രൗഢ എന്താണ്? പരിച്ഛേദന. ഞാൻ മുമ്പേ അബ്രഹാമിൻ്റെ ഒരു കഥ പറഞ്ഞില്ലേ? അതിൻ്റെ അകത്തിൽ ഇവരുടെ യഹൂദന്മാരുടെ ഈ സൂപ്പർസ്റ്റീഷ്യസ് വിശ്വാസങ്ങളിലുള്ള മറ്റൊരു വിശ്വാസം, ഇവിടെ ചെല്ലുമ്പോൾ, എവിടാ? സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അബ്രഹാം മറ്റേ പരിച്ഛേദന ചെക്ക് ചെയ്യുമെന്നും പരിച്ഛേദന ഉള്ളവരെല്ലാവരും ഓൾറെഡി സേവ്ഡ് ആണെന്നും, എന്നിട്ട് ഇവർക്ക് ഇങ്ങനത്തെ കുറേ സൂപ്പർസ്റ്റീഷ്യസ് സാധനങ്ങളൊക്കെ ഉണ്ട്. ഈ കുഞ്ഞുങ്ങളായിട്ടുള്ളവർ മരിച്ചു പോകത്തില്ലേ? ഒത്തിരി കുഞ്ഞായിട്ടുള്ള, അതായത് 8ാം നാളാണ് ഇവർക്ക് എന്ത് ചെയ്യുന്നത്? പരിച്ഛേദന ഏൽക്കുന്നത്. അതിനു മുമ്പേ ഒരു കുഞ്ഞ് മരിച്ചു പോയാൽ ഈ വലിയ പാപം ചെയ്തിട്ട് പോകുന്ന, അതായത് ഒരിക്കലും ക്ഷമിക്കപ്പെടാത്ത പാപങ്ങളുടെ ലിസ്റ്റൊക്കെ ഉണ്ട് യഹൂദന്. അങ്ങനത്തെ പാപം ചെയ്തിട്ട് പോകുന്ന ആളുടെ പരിച്ഛേദന ഈ കുഞ്ഞിന് കൊടുത്തിട്ട് കുഞ്ഞിനെ സേവ് ചെയ്യപ്പെടുമെന്നും ഒക്കെ ഉള്ള
അത്ര ഹീനമായ വിശ്വാസങ്ങൾ ആരുടെ ഇടയിൽ ഉണ്ടായിരുന്നു? യഹൂദ. അപ്പൊ ഇവർക്ക് പരിച്ഛേദന എന്ന് പറഞ്ഞാൽ അങ്ങ് ഭയങ്കര പ്രൈഡാണ് ഇവര്. ഞങ്ങൾ അബ്രഹാമിന്റെ മക്കളാ, ഞങ്ങൾക്ക് എന്തുണ്ട്, പരിച്ഛേദന ഉണ്ടെന്നൊക്കെ ഇവരങ്ങ് ഭയങ്കര പ്രൈഡായിട്ടിരിക്കുന്ന ആൾക്കാരാണ്. ഈ ഞാൻ പറഞ്ഞല്ലോ, നമ്മളിതിനെ പഠിക്കേണ്ടത് യഹൂദ കോണ്ടെക്സ്റ്റിലല്ല. നമ്മളെ ഇത് വിരൽ ചൂണ്ടുന്നത് നമ്മളായിരിക്കുന്ന ചുറ്റുപാടിലാണ്. ഇന്നും പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് ആൾക്കാർ സ്നാനത്തിലൊക്കെ അങ്ങ് ഭയങ്കര പ്രൈഡായിട്ട് സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ അവർ ഒന്നാമത്തെ പാരാമീറ്റർ ഇങ്ങനെ ആളുകളെ തിരിക്കുന്നത് സ്നാനപ്പെട്ടവർ സ്നാനപ്പെടാത്തവർ എന്നുള്ള രീതിയിലാണ്. പണ്ട് ഞാനങ്ങനെ ഒരാളെ വിധിക്കുകയല്ല, നമ്മളൊരു എന്താ പറയുക, മനസ്സിലാക്കാൻ വേണ്ടി പറയുക. ഒരിക്കലും എൻ്റെ ഒരു സ്നേഹിതൻ ഒരാളെ പറ്റി ഞാനിങ്ങനെ പറഞ്ഞപ്പം പറഞ്ഞു, അപ്പം ആ പറയുന്ന മറ്റേ ആള് ഇങ്ങനെ എന്തോ ദൈവവചനം പഠിപ്പിച്ച കാര്യം അങ്ങനെ എന്തോ പറഞ്ഞപ്പോൾ ഈ അദ്ദേഹം പറയുന്ന പോയിന്റ്, ആ പുള്ളി എന്തല്ല പെന്തിക്കോസ്തുകാരനല്ല, സ്നാനപ്പെട്ടിട്ടില്ല, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ സ്വീകരിക്കാൻ പറ്റത്തില്ലെന്നുള്ള അദ്ദേഹം പറയുന്ന കാര്യങ്ങളെ കേൾക്കാൻ പറ്റില്ലെന്നുള്ള ഒരു വാദമാണ് പറയുന്നത്. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു, അതിപ്പം എനിക്കറിയത്തില്ല, അദ്ദേഹം പറയുന്ന ദൈവഹിതപ്രകാരമുള്ള വചനം പഠിപ്പിക്കുന്നു. സ്നാനപ്പെടുക എന്നുള്ളത് അദ്ദേഹം ദൈവത്തിൻ്റെ മുന്നിൽ ചെയ്യേണ്ട എന്താണ്, നിവർത്തിക്കേണ്ട ഒരു ദൈവിക നീതിയുടെ പാർട്ടായിട്ടുള്ള കാര്യമാണ്, സാക്ഷ്യമാണ്. അപ്പം ഇദ്ദേഹം പറയുന്ന പോയിന്റ്, ഇതൊന്ന് ആലോചിച്ച് നോക്കിയേ, കർത്താവ് ഇപ്പോൾ വന്നാൽ ആ പുള്ളി പോകത്തില്ല, സ്നാനപ്പെട്ടിട്ടില്ലാത്തത് കൊണ്ട് എന്ത് ചെയ്യത്തില്ല, പോകത്തില്ല. ഈ പറഞ്ഞ പുള്ളി 2 ദിവസം കഴിഞ്ഞിട്ട് കൂട്ടുകാരോടെ കൂടി ഫുള്ള് തെറിയൊക്കെ പറഞ്ഞ് കള്ളൊക്കെ കുടിച്ചിങ്ങനെ ഒരു പാട്ട് നടത്തുന്നത് ഞാൻ ഇങ്ങനെ കണ്ടു. അപ്പം ഞാൻ ഇങ്ങനെ വിചാരിക്കായിരുന്നു, പുള്ളി ഞാൻ സ്നാനപ്പെട്ട ആളാണെന്നും ഞാൻ അതുകൊണ്ട് ഇപ്പം കർത്താവ് വന്നാൽ ബിക്കോസ് ഞാൻ സ്നാനപ്പെട്ടത് കൊണ്ട് പോകുന്നു ഉള്ള ഭയങ്കര പ്രൈഡിൽ നിൽക്കുന്ന ആളാണ്. ഞാൻ മറ്റൊരാളെ വിധിച്ചതല്ല. ഞാൻ പലപ്പോഴും നമ്മൾ ഈ പ്രവൃത്തിയിൽ ഇങ്ങനെ അങ്ങ് പിടിച്ചു വെച്ചിരിക്കുക. യഹൂദന് പരിച്ഛേദന എന്ന് പറഞ്ഞാലോ ഭയങ്കര സംഭവമാണ്. ഞങ്ങൾ പരിച്ഛേദനക്കാരാണ്, ഞങ്ങൾ സെപ്പറേറ്റഡ് ആണെന്നുള്ള ഒരു ചിന്ത യഹൂദൻ്റെ ഇടയ്ക്കുണ്ട്. പൗലോസ് പറയുക, നോക്കിയേ, പൗലോസ് ഇവരെന്താ പറയുന്നേ? പൗലോസ് പറയുകയാണ്, നീ ന്യായപ്രമാണം ആചരിച്ചാൽ പരിച്ഛേദന പ്രയോജനമുള്ളത് സത്യം, ന്യായപ്രമാണം ലംഘിയായാലോ നിന്റെ പരിച്ഛേദന അഗ്രചർമ്മമായി തീർന്നു. ഇപ്പോഴത്തെ കോണ്ടെക്സ്റ്റിൽ നിങ്ങൾക്ക് ഇതിനെ ഒന്ന് കാണാൻ പറ്റുമോ? ഇപ്പോഴത്തെ കോണ്ടെക്സ്റ്റിൽ ഇപ്പോഴാണ് പൗലോസ് നമുക്ക് എഴുതുന്നെങ്കിൽ എങ്ങനെയായിരിക്കും പൗലോസ് എഴുതുന്നത്? നീ തിരുവെഴുത്തുകളെ ആചരിച്ചാൽ സ്നാനം പ്രയോജനമുള്ളത് സത്യം, തിരുവെഴുത്തുകൾക്ക് എതിരായിട്ട് ലംഘിയായാലോ നിന്റെ സ്നാനപ്പെടാത്തതുപോലെ ഉള്ളൂ, അസാധുവായി. ഇതാ ഞാൻ പറയുന്നത്, നമ്മളിത് പഠിക്കുമ്പം യഹൂദന്റെ പെർസ്പെക്റ്റീവിലല്ല പഠിക്കേണ്ടത്, ഇത് നമ്മുടെ പെർസ്പെക്റ്റീവിലാണ് പഠിക്കേണ്ടത്. അവനോട് പറയുക, നിനക്ക് പരിച്ഛേദനയൊക്കെ ഉണ്ട്, നല്ല കാര്യമാണ്, പരിച്ഛേദന വേണ്ടെന്നല്ല പൗലോസ് ഇവിടെ പറയുന്നത്. പൗലോസ് പറയുന്നത് നിന്റെ പരിച്ഛേദന കൊണ്ട് നിനക്ക് ഗുണമുണ്ട്. എപ്പം? നീ ന്യായപ്രമാണം അനുസരിച്ചാൽ നിന്റെ പരിച്ഛേദന കൊണ്ട് എന്തുണ്ട്? ഗുണമുണ്ട്. പക്ഷെ നീ ന്യായപ്രമാണം അനുസരിച്ചിട്ടില്ലെങ്കിൽ നീ പരിച്ഛേദന ഏറ്റതും ഏക്കാത്തതും അഗ്രചർമ്മിയായിട്ടിരിക്കുന്നതും എന്താ? സെയിമാണ്. അപ്പം യഹൂദൻ ഈ ന്യായപ്രമാണം അനുസരിക്കുക എന്നുള്ള പാർട്ടങ്ങ് മാറ്റി, ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുക, ന്യായപ്രമാണത്തിൽ നിന്ന് പഠിക്കുക, അത് പഠിച്ചിട്ട് ദൈവത്തിൻ്റെ ഇഷ്ടം മനസ്സിലാക്കുക, അത് മനസ്സിലാക്കിയിട്ട് ഭേദാഭേദങ്ങളെ വിവേചിക്കുക, ഇതെല്ലാം അങ്ങ് മാറ്റി. ഇതെല്ലാം മാറ്റിയിട്ട് ഇവർ പരിച്ഛേദന മാത്രം ഇങ്ങെടുത്തു. എന്നിട്ട് പരിച്ഛേദന ഭയങ്കര പ്രൗഡ് പറഞ്ഞുകൊണ്ടിരിക്കുക, ഞങ്ങൾ പരിച്ഛേദനക്കാരാണ്, ഞങ്ങൾ അബ്രഹാമിൻ്റെ സന്തതികളാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. പൗലോസ് പറയാ സംഭവമൊക്കെ സത്യമാണ്, പരിച്ഛേദന കൊണ്ട് ഗുണമുണ്ട്, പക്ഷേ ആദ്യം എന്തുണ്ട്? ന്യായപ്രമാണത്തിൽ നിന്ന് അനുസരിച്ചാൽ നിനക്ക് പരിച്ഛേദന കൊണ്ട് ഗുണമുണ്ട്, ഇല്ലെങ്കിൽ നിന്റെ പരിച്ഛേദന അഗ്രചർമ്മമായി തീരുമെന്ന് പൗലോസ് പറയാം. ഈ യഹൂദന്മാരെ പറ്റി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, പരിച്ഛേദന കൊടുക്കുമ്പോഴും ദൈവം യഹൂദൻ്റെ ഉള്ളിൽ ഈ ബോധം എന്ത് ചെയ്തിട്ടുണ്ട്? കൊടുത്തിട്ടുണ്ട്. ഈ യിരെമ്യാവ്, എനിക്ക് തോന്നുന്നു, എൻ്റെ റെഫറൻസ് തെറ്റാണെങ്കിൽ പിന്നെ അടുത്ത ആഴ്ച പറയാം, ജസ്റ്റ് ആരെല്ലാം ഒന്ന് നോക്കി യിരെമ്യാവ് 4:4 ഒന്ന് വായിക്കൂ. യിരെമ്യാവ് 4:4 തൊട്ടൊന്ന് നോക്കി. ആണോന്ന് എനിക്ക് ഉറപ്പില്ല, ജസ്റ്റ് ഒന്ന് നോക്കി. യെരൂശലേം നിവാസികളും ആളുള്ളവരെ, നിങ്ങളുടെ ദുഷ്പ്രവർത്തികൾ നിമിത്തം എന്റെ കോപം തീ പോലെ ജ്വലിച്ച് ആർക്കും കെടുത്തുകൂടാതെ വണ്ണം കത്താതിരിക്കേണ്ടതിന് നിങ്ങളെ തന്നെ യഹോവയ്ക്കായി പരിച്ഛേദന ചെയ്ത് നിങ്ങളുടെ ഹൃദയത്തിന്റെ അഗ്രചർമ്മം നീക്കിക്കളയും. നോക്കി, ഇതാരോടാ പറയുന്നേ? യെരൂശലേം നിവാസികളോട്. യെരൂശലേം നിവാസികൾ ആരാ? ഓൾറെഡി പരിച്ഛേദന ഉള്ളവരാ, ഓൾറെഡി ജഡത്തിൽ പരിച്ഛേദന ഏറ്റിട്ട് ഞങ്ങൾ പരിച്ഛേദന ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നവരാ. അവരോട് പ്രവാചകൻ എന്താ പറയുന്നേ?
യഹോവയ്ക്ക് യഹോവയ്ക്കായി പരിച്ഛേദന ചെയ്ത് ആ. നിങ്ങളുടെ ഹൃദയത്തിന്റെ അഗ്രചർമ്മം നോക്കി ഹൃദയത്തിന്റെ ഇത് പഴയ നിയമത്തിലെ വാക്യമാണ്. സ്ഥലത്തും ഉണ്ട് കേട്ടോ. ഇഷ്ടം പോലെ ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. നോക്കി ഇത് പറയുന്നത് പുതിയ നിയമത്തിലല്ല, പഴയ നിയമത്തിൽ പറയുക നിങ്ങൾ ശരീരത്തിൽ പരിച്ഛേദന ഉള്ളവരും ഹൃദയത്തിൽ അഗ്രചർമ്മികളുമാണെന്ന് പറയാം യഹൂദന്മാരെ പറ്റി. ഒന്ന് ആലോചിച്ച് മനസ്സിലാവുന്നുണ്ടോ? ഇതിന്റെ ഡെപ്ത് മനസ്സിലാവുന്നുണ്ടോ? യഹൂദൻ ശരീരത്തിൽ എന്തുണ്ട്? സർക്കംസിഷൻ ചെയ്തതാ, പക്ഷെ അവന്റെ ഹൃദയത്തിൽ എന്തില്ലായിരുന്നു? സർക്കംസിഷൻ ഇല്ലായിരുന്നു. യഹോവയായ ദൈവം ഇത് ഏത് കാലത്ത് പറയുന്ന? ഇരമ്യ പ്രവാചകൻ പറയാം, ബാബിലോൺ പറയാ, അവരോട് പറയുക ബാബിലോൺ എന്ന് പറഞ്ഞൊരു സൈന്യം വരുന്നുണ്ട്, നിന്നെയൊക്കെ ഇപ്പൊ എന്ത് ചെയ്യും? പിടിച്ചോണ്ട പോവും എന്നുള്ള കാലത്തിൽ പ്രവാചകൻ മുഖാന്തരം പറയുകയാണ്, നിനക്കൊക്കെ മാനസാന്തരപ്പെട്ടു, നിന്റെ ഹൃദയം പരിച്ഛേദന, നിന്റെ ഹൃദയത്തിന്റെ അഗ്രചർമ്മം എന്ത് ചെയ്യുക? മാറ്റിക്കളയണമെന്ന് പറയുക. ശരീരത്തിൽ പരിച്ഛേദന ഉള്ളവനോടാണ് ഈ പറയുന്നത്. ഇത് ഏത് കാലത്താണ് പറയുന്നത്? പുതിയ നിയമത്തിന്റെ ഉപദേശം അല്ല ഈ വായിച്ചത്, ഇത് പഴയ നിയമത്തിലെ കാര്യം ഈ പറയുന്നത്. യേശു കർത്താവിന് ഏതാണ്ട് 600 കൊല്ലം മുമ്പ് പ്രവചിച്ച പ്രവചനത്തിൽ നിന്നാണ് നമ്മളിത് വായിക്കുന്നത്. അപ്പോൾ നോക്കിയാൽ അന്നും ഇന്നും കർത്താവ് നോക്കുന്നത് എന്താണ്? ഹൃദയത്തിന്റെ പരിച്ഛേദനയാണ്. ശരിക്കും അങ്ങനെ നോക്കിയാലേ ഇപ്പൊ ലിജു മുമ്പേ പറഞ്ഞതുപോലെ ഇപ്പൊ ഈ യഹൂദന്റെ പരിച്ഛേദന ഒരു അടയാളമാണ്, ഒരിക്കലും മാഞ്ഞു പോകാത്ത അടയാളം, മരിക്കുന്നത് വരെ മായാത്ത അടയാളം. അതെ അതെ. പക്ഷെ സ്നാനം നമ്മളെ സംബന്ധിച്ച് അതൊരു വിശ്വാസം കൂടാ. അതെ അതെ. അടയാളം ഒന്നും നമ്മുടെ ശരീരത്തിൽ ഇല്ല ഇല്ല, നമ്മുടെ ക്രിസ്തുവിന്റെ ചൂടടയാളം അല്ലാതെ മറ്റൊരു അടയാളം നമുക്കില്ല. അപ്പം യഹൂദന്റെ ഈ ഒരു പ്രമാണപ്രകാരം ഇൻവാലിഡ് ആവുമെങ്കിൽ നമ്മുടെ എത്രയധികം. അതെ അതെ അതെ. നമ്മൾ മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ, ഇതുകൊണ്ട് പരിച്ഛേദന വേണ്ടെന്നല്ല പറയുന്ന പൗലോസ്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ഇനി ഇത് പറഞ്ഞോണ്ട് ആരും പറയല്ലോ അപ്പൊ സ്നാനപ്പെടേണ്ടതെന്ന്, അങ്ങനെ നിങ്ങൾ വിചാരിക്കല്ലോ കേട്ടോ. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, യഹൂദന് പ്രമാണമില്ല ഞാൻ ഹൃദയത്തിൽ പരിച്ഛേദന ഉള്ളവനാകട്ടോ, അതുകൊണ്ട് ശരീരത്തിൽ എടുക്കത്തില്ലെന്ന് പറയാൻ യഹൂദന് പ്രമാണമില്ല. അതും നമ്മൾ മനസ്സിലാക്കണം. മോശയുടെ കുഞ്ഞിനെ പരിച്ഛേദന ഏൽപ്പിക്കാൻ ലേറ്റായപ്പോൾ യഹോവയായ ദൈവം കുഞ്ഞിനെ കൊന്നുകളയാൻ വരെ തീരുമാനിച്ചു. ഇത് പഴയ നിയമത്തിലുള്ള കാര്യമാണ്. അപ്പോൾ പരിച്ഛേദന എടുക്കുക, ശരീരത്തിൽ പരിച്ഛേദന ഏൽക്കുക എന്നുള്ളത് എന്താണ്? ദൈവം കൊടുത്ത നിയമം തന്നെയാണ്. യഹൂദൻ അത് എടുക്കണ്ടെന്നല്ല പോയിന്റ്, സ്നാനപ്പെടേണ്ടെന്നല്ല നമ്മൾ ഈ പറയുന്നതിന്റെ തലം. നമ്മുടെ സ്നാനം ശരീരത്തിൽ മാത്രമായിട്ടും ഹൃദയം സ്നാനം ഏൽക്കാതിരിക്കുകയാണെങ്കിൽ നമ്മുടെ സ്നാനം കൊണ്ട് എന്തില്ല? പ്രയോജനമില്ല. അപ്പൊ ഒരുത്തം പറയാ ഞാൻ ഹൃദയത്തിൽ സ്നാനപ്പെട്ടതാ, എനിക്കിനിയും പ്രകടമായി സ്നാനപ്പെടേണ്ടെന്ന് പറഞ്ഞ ആവശ്യം എന്തില്ല? വരുന്നില്ല. നീ ഹൃദയത്തിൽ സ്നാനപ്പെട്ടെങ്കിൽ പിന്നെ അത് ജനം കാണുക പരസ്യമായി ചെയ്യുന്നതിന് എന്താ നിനക്ക് ബുദ്ധിമുട്ട്? അപ്പം ഇവിടെ അതുകൊണ്ട് വേണ്ടെന്നല്ല പറയുന്നതിന്റെ പോയിന്റ്. പക്ഷെ നമ്മൾ പ്രകടമായി ചെയ്തിട്ട് അതിൽ പ്രൗഡായിട്ടിരിക്കുകയാണ്. ഞാൻ ചെയ്ത പ്രവൃത്തി, ഞാൻ സ്നാനപ്പെട്ട ആളാണ്, ഞാൻ സ്നാനമേറ്റ ആളാണെന്ന് പറഞ്ഞിരിക്കുകയും നിന്റെ ഹൃദയം പരിച്ഛേദന ഏൽക്കാതെ അഗ്രചർമ്മമായിട്ട് നിന്റെ ഹൃദയം സ്നാനമേൽക്കാതെ ക്രിസ്തുവിന് വേണ്ടി സമർപ്പിക്കാതെ ഇപ്പോഴും തെറ്റായി നിൽക്കുകയും ചെയ്യുകയാണെങ്കിൽ പ്രകടമായി ഏറ്റതുകൊണ്ട് എന്തില്ല? പ്രയോജനമില്ല എന്നാണ് പൗലോസ് ഇവിടെ പറയുന്നത്. അപ്പം നോക്കി പൗലോസ് പറയുകയാണ്, നീ ന്യായപ്രമാണ ലംഘിയായാലോ നിന്റെ പരിച്ഛേദന എന്തായി തീർന്നു? അഗ്രചർമ്മമായി തീർന്നു. അഗ്രചർമ്മി ന്യായപ്രമാണത്തിൻ്റെ നിയമങ്ങളെ പ്രമാണിച്ചാൽ അവൻ്റെ അഗ്രചർമ്മം പരിച്ഛേദന എന്ന് എണ്ണുകയില്ലയോ? നോക്കി പൗലോസ്, എനിക്കറിയത്തില്ല പരിശുദ്ധാത്മാവിനോട് അല്ലാതെ പൗലോസിന് ഇങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. പൗലോസിന്റെ ലാംഗ്വേജ് എന്ത് ഭംഗിയാണ്. ആ ഡയാട്രിക്കയുടെ പവർ നോക്കി പൗലോസ് മേളിൽ പറയുകയാണ്, ന്യായപ്രമാണം ഇല്ലാത്തവൻ ന്യായപ്രമാണത്തിലുള്ളത് സ്വഭാവം കൊണ്ട് ചെയ്യുമ്പം ന്യായപ്രമാണം നിങ്ങൾക്ക് തന്നെ എന്തായി മാറുന്നു? ഒരു ന്യായപ്രമാണമായി മാറുന്നു എന്ന് അവർക്ക് പറഞ്ഞു വെച്ചിട്ട് ഇവിടെ പറയുക, പരിച്ഛേദന യഹൂദന്മാരോട് പറയുക, പരിച്ഛേദന ഇല്ലാത്തവൻ ന്യായപ്രമാണത്തിലുള്ളത് ചെയ്യുമ്പം നിങ്ങൾ അഗ്രചർമ്മികളും അവരെന്തുള്ളവരായി മാറി? പരിച്ഛേദന ഉള്ളവരായി മാറിയില്ലെന്ന് പൗലോസ് പറയാം. പൗലോസിന്റെ എന്തൊരു പവർഫുൾ ലാംഗ്വേജാണ് യൂസ് ചെയ്തിരിക്കുന്നത് അല്ലേ? ഇങ്ങനെ എഴുതിയാൽ ഡെഫിനറ്റ് ആയിട്ടും എന്താണ് സ്വീകരിക്കപ്പെടുന്നതല്ലോ. അപ്പോൾ നോക്കി 20 നീ ന്യായപ്രമാണം ആചരിച്ചാൽ പരിച്ഛേദന പ്രയോജനമുള്ളത് സത്യം, ന്യായപ്രമാണം ലംഘിയായാലോ നിന്റെ പരിച്ഛേദന അഗ്രചർമ്മമായി തീർന്നു. അഗ്രചർമ്മി അതായത് പരിച്ഛേദന ഏൽക്കാത്ത ആള് ന്യായപ്രമാണത്തിന്റെ നിയമങ്ങളെ പ്രമാണിച്ചാൽ അവന്റെ അഗ്രചർമ്മം പരിച്ഛേദന എന്ന് എണ്ണുകയില്ലയോ? നമ്മുടെ ഇന്നത്തെ കോണ്ടെക്സ്റ്റിൽ ഇതിനെ വായിച്ചാൽ എങ്ങനെ ഇരിക്കും? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? സ്നാനപ്പെടാത്ത ആള് ദൈവവചനത്തിന്റെ പ്രമാണങ്ങളെ
പ്രമാണിച്ചാൽ അവൻ സ്നാനപ്പെടാത്തത് സ്നാനപ്പെട്ടതായിട്ട് എണ്ണുകയില്ലയോ? ഇങ്ങനെ ഇന്നത്തെ ഏതെങ്കിലും ബന്ധുക്കോസാരോട് പോയി പറഞ്ഞാൽ അവർ നമ്മുടെ മുഖത്തടിക്കും അല്ലേ? അപ്പം ഞാൻ പറയുന്നത് സ്നാനം ഏൽക്കരുതെന്നല്ല, ഞാൻ സ്നാനപ്പെട്ട ആളാണ്. കൃപയാൽ രക്ഷിക്കപ്പെടാൻ ദൈവം അവസരം തരുന്ന എല്ലാവരും ദ വെരി നെക്സ്റ്റ് അവൈലബിൾ മൊമെന്റിൽ നിങ്ങൾ എന്ത് ചെയ്യണം? സ്നാനമേൽക്കണം. അത് കർത്താവിൻ്റെ മുന്നിൽ നല്ല മനസാക്ഷിക്കായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. പക്ഷെ നമ്മൾ അറ്റ് ദ സെയിം ടൈം മനസ്സിലാക്കേണ്ടത് എന്നെ രക്ഷിക്കുന്നത് ഞാൻ ഈ ഏൽക്കുന്ന സ്നാനമല്ല, അതെൻ്റെ സാക്ഷ്യമാണ്. മനസ്സിലായോ? എൻ്റെ പ്രൈഡ് സ്നാനത്തിലല്ല. സ്നാനം എനിക്കൊരു ഗ്യാരണ്ടിയും തരുന്നില്ല, മറിച്ച് ഞാൻ കൊടുക്കുന്നൊരു ഗ്യാരണ്ടിയാണ്. ലോകത്തോട് ഞാൻ പറയുകയാണ്, ഞാൻ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാൻ തീരുമാനിച്ചു എന്നും എൻ്റെ പഴയ മനുഷ്യനെ ഞാൻ കുഴിച്ചിടുന്നു എന്നും ഞാൻ ക്രിസ്തുവിൽ പുതുതായി തീർന്നു എന്നും ഞാൻ പറയുന്ന സാക്ഷ്യമാണ്. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് അത് വേണ്ടാന്നല്ല ഇവിടുത്തെ പോയിന്റ്. പക്ഷെ എൻ്റെ പ്രൈഡ് അതിലല്ല. എൻ്റെ പ്രൈഡ് ക്രൂശിൽ ക്രിസ്തു എനിക്ക് ഒരുക്കിയ നീതിയിലുമാണ്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഞാനൊരു സുവിശേഷം, ആ സുവിശേഷത്തിൽ നമ്മൾ ഇതുവരെ എത്തിയിട്ടില്ല. 3-ാം അധ്യായത്തിൽ 20 തൊട്ട് 21 തൊട്ട് നമ്മൾ എത്തത്തുള്ളൂ. പക്ഷെ ആ സുവിശേഷത്തിൽ എന്തുണ്ട്? ദൈവത്തിൻ്റെ നീതിയുണ്ട്. ആ നീതിയിൽ ആശ്രയിക്കുക എന്നതല്ലാതെ വേറൊരു ഓപ്ഷനും ഇല്ല നമുക്ക് എന്നത് പൗലോസോട് വ്യക്തമാക്കുക. എന്നിട്ട് പൗലോസ് പറയുക, നീ ന്യായപ്രമാണം ആചരിച്ചാൽ പരിച്ഛേദന പ്രയോജനമുള്ളത്, ന്യായപ്രമാണം ലംഘിയായാലോ പരിച്ഛേദന അഗ്രചർമ്മമായി തീർന്നു. അഗ്രചർമ്മി ന്യായപ്രമാണത്തിൻ്റെ നിയമങ്ങളെ പ്രമാണിച്ചാൽ അവൻ്റെ അഗ്രചർമ്മം പരിച്ഛേദനയെന്ന് എണ്ണുകയില്ലയോ? സ്വഭാവത്താൽ അഗ്രചർമ്മിയായവൻ ന്യായപ്രമാണം അനുഷ്ഠിക്കുന്നു എങ്കിൽ അക്ഷരവും പരിച്ഛേദനയുമുള്ള ന്യായപ്രമാണ ലംഘിയായ നിന്നെ അവൻ വിധിക്കുകയില്ലയോ? പുറമെ യഹൂദനായവൻ യഹൂദനല്ല, പുറമെ ജഡത്തിലുള്ളത് പരിച്ഛേദനയും അല്ല. അകമേ യഹൂദനായവൻ അത്ര യഹൂദൻ, അക്ഷരത്തിലല്ല ആത്മാവിലുള്ള ഹൃദയ പരിച്ഛേദനയത്രേ പരിച്ഛേദന. അവന് മനുഷ്യരാലല്ല ദൈവത്താൽ തന്നെ പുകഴ്ച ലഭിക്കും. അപ്പം നോക്കി പൗലോസ് ഇവിടെ വീണ്ടും 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 എടുത്തു പറയുക, പ്രവൃത്തിയാൽ നിങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്ന, നിങ്ങൾ പ്രവൃത്തി കൊണ്ട് ഒരു കാര്യം ചെയ്തിട്ട് നിങ്ങൾ അതിൽ പ്രശംസിച്ചിരുന്നാൽ എന്തില്ല? ഒരു കാര്യവും ഇല്ല. പൗലോസ് പറയുക, പ്രവൃത്തി കൊണ്ട് പുറമേ യഹൂദനായവൻ എന്തല്ല? യഹൂദനല്ല. അകമയാണ് ആരാകേണ്ടത്? യഹൂദനാകേണ്ടത്. അപ്പം നമ്മുടെ കോണ്ടക്സ്റ്റിൽ ഇതിനെ എങ്ങനെയാ പറയേണ്ടത്? പുറമേ ക്രിസ്ത്യാനി അതുകൊണ്ട് പുറമേ ക്രിസ്ത്യാനി ആകണ്ടെന്നല്ല, നന്നായിട്ട് നടന്നോളൂ, നോ പ്രോബ്ലം. പക്ഷേ പുറമേ ക്രിസ്ത്യാനി ആയവനല്ല ക്രിസ്ത്യാനി, അകമേ ക്രിസ്ത്യാനി ആയവനാണ് ക്രിസ്ത്യാനി. പുറമേ സ്നാനമേറ്റവനല്ല യഥാർത്ഥത്തിൽ സ്നാനമേറ്റവൻ, അകമേ സ്നാനമേറ്റവനാണ്. അതിനർത്ഥം യഹൂദനാവണ്ടെന്നാണോ? അല്ല. അതിനർത്ഥം സ്നാനപ്പെടേണ്ടെന്നാണോ? അല്ല. സ്നാനപ്പെടണം, ക്രിസ്ത്യാനിയാണെങ്കിൽ ക്രിസ്ത്യാനിയായിട്ട് തന്നെ നല്ല നടപ്പ് നടക്കണം. പക്ഷെ ഇതൊന്നുമല്ല ദൈവത്തിൻ്റെ മുന്നിൽ നിങ്ങൾക്കുള്ള എന്ത്? നീതി. ദൈവത്തിൻ്റെ സന്നിധിയിലുള്ള മാനം എവിടെ നിന്ന് വരുന്നതാണ്? അകമേ യഹൂദനാകുന്നതിലാണ്. ദൈവം നോക്കുന്നത് എന്താണ്? നിന്റെ ശരീരത്തിലുള്ള പരിച്ഛേദനയാണ്. അബ്രഹാം ശരീരത്തിലെ പരിച്ഛേദന നോക്കുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. പൗലോസ് പറയാ, ദൈവം നോക്കുന്നത് നിന്റെ ശരീരത്തിലെ പരിച്ഛേദനയല്ല, ദൈവം നോക്കുന്നത് നിന്റെ ഹൃദയത്തിൻ്റെ പരിച്ഛേദനയാണെന്ന് പറയുക. അപ്പോൾ പറയുക, സ്വഭാവത്താൽ അഗ്രചർമ്മിയായവൻ ന്യായപ്രമാണം അനുഷ്ഠിക്കുന്നു എങ്കിൽ അക്ഷരവും അക്ഷരം എന്ന് ഉദ്ദേശിക്കുന്ന ന്യായപ്രമാണത്തെയാണ്. അപ്പോൾ നോക്കി, നമ്മൾ ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എനിക്കറിയാവുന്ന ഒത്തിരി കൂട്ടുകാർ എനിക്കറിയാം, നല്ല ക്വാളിറ്റി ലൈഫ് ജീവിക്കുന്ന ആൾക്കാർ. ക്വാളിറ്റി ലൈഫ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് നമ്മളെന്താ പറയേണ്ടത്, നമ്മുടെ ഒരു സൊസൈറ്റിയൽ നോംസിലുള്ള നല്ല ലൈഫുണ്ടല്ലോ. പലപ്പോഴും ഞാനൊരു കൂട്ടുകാരനെ പറ്റിയിട്ടല്ല മറ്റൊരാളെ പറ്റി എന്തെങ്കിലും മോശമായിട്ട് പറയുമ്പം അവർ പെന്തിക്കോസുകാരോ അല്ലെങ്കിൽ വചനം അടിസ്ഥാനപ്പെടുത്തി ജീവിക്കുന്നവരൊന്നുമല്ല. പക്ഷെ എന്നിട്ട് അവരെന്നോട് പറയും, നമ്മൾ എന്തിനാണ് അവനെ പറ്റി അങ്ങനെ. അപ്പം ഞാൻ വിചാരിക്കും, ദൈവമേ ഇത്. അപ്പം ഇത് ഇതുണ്ട്, നമ്മുടെ കയ്യിൽ എന്തൊക്കെ തന്നിട്ടുണ്ട്? ന്യായപ്രമാണവും തന്നിട്ടുണ്ട്, തിരുവചനവും തന്നിട്ടുണ്ട്, ഇത് പഠിക്കാനുള്ള അവസരവും തന്നിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ടും ഇതൊന്നുമില്ലാത്ത ഒരുത്തൻ ഇതിൻ്റെ പ്രമാണങ്ങളെ നമ്മളെ പഠിപ്പിക്കുമ്പം ഇതുള്ള പൗലോസ് പറയുകയാണ് ഇവിടെ, സ്വഭാവത്താൽ അഗ്രചർമ്മിയായവൻ ന്യായപ്രമാണം അനുഷ്ഠിക്കുന്നുവെങ്കിൽ അക്ഷരവും പരിച്ഛേദനയുമുള്ള ന്യായപ്രമാണം ലംഘിയായ നിന്നെ അവൻ വിധിക്കുകയില്ലയോ എന്ന്. അപ്പം നോക്കി, ഒടുക്കത്തെ നാളിൽ ഞാൻ ചെല്ലുമ്പം എന്നെ വിധിക്കാൻ സത്യം പറഞ്ഞാൽ കർത്താവിൻ്റെ പോലും ആവശ്യമില്ല. ഒന്ന് ആലോചിച്ച് നോക്കി,
എൻ്റെ നീതിയൊക്കെ വിധിക്കാൻ വേണ്ടി സത്യം പറഞ്ഞ കർത്താവിൻ്റെ പോലും ആവശ്യമില്ല. എൻ്റെ ഒരു കൂട്ടുകാരനെ വിളിച്ചിട്ട് ഫ്രണ്ടിൽ നിർത്തിയാൽ മതി, അവൻ ഇതൊന്നും കൊടുക്കാഞ്ഞിട്ട് പോലും എന്നെക്കാട്ടി നന്നായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൽ പറഞ്ഞിരിക്കുന്നതൊക്കെ അവൻ ചെയ്യുന്നുണ്ട്. എനിക്ക് അക്ഷരവും തന്നിട്ടുണ്ട്, എന്താണ് ഇത് എഴുതിയും തന്നു, ഇതെല്ലാം ഉണ്ട്, പരിച്ഛേദനയുണ്ട്. പക്ഷെ ഇത് ചെയ്യുന്നില്ലെങ്കിൽ ഇതില്ലാത്ത ചെയ്യുന്നവരെന്ത് ചെയ്യും? നിന്നെ എന്ത് ചെയ്യത്തില്ലേ, വിധിക്കുകയില്ലയോ എന്ന് യഹൂദനോട് ചോദിക്കുക. ഇതെന്തിനാ എടുത്തു പറയുന്നതെന്ന് ചോദിച്ചാൽ യഹൂദന്മാരുടെ ഇൻഫ്ലുവൻസ് അന്നത്തെ നോൺ വേൾഡിൽ പ്രകടമായിരുന്നു. ഫെലിസ്തീൻസ് ഒഴിച്ച് ഇൻക്ലൂഡിങ് ഈജിപ്ഷ്യൻസിൻ്റെ ഇടയ്ക്ക് വരെ പരിച്ഛേദന എന്ന് വേണ്ടിയുള്ള കർമ്മം കടന്നിട്ടുണ്ട്. ഈ മുസ്ലിംസ് പിന്നീട് അതിനെ ഫോളോ ചെയ്യുന്നതൊക്കെ ഏതാണ്ട് AD 600-700 ആണല്ലോ അവരിതിനെ ഒരു മുസ്ലിം എന്നുള്ള ആശയം തന്നെ പൊങ്ങി വരുന്നത്. അപ്പം ഈ യഹൂദന്മാരുടെ കാലത്ത് ഫെലിസ്തീൻസ് ഒഴിച്ച്, ഫെലിസ്തീൻസ് യഹൂദനോട് ഒരു തരത്തിലെ ബന്ധവുമില്ല. മാത്രമല്ല ഭയങ്കര ബാർബേരിയൻ ആയിരുന്നു ഫെലിസ്തീൻ നയങ്ങളും അവരുടെ ചിന്താഗതികളും ഒക്കെ. അതുകൊണ്ട് തന്നെ യഹൂദൻ്റെ എക്കാലത്തെയും ഒരു ശത്രുവായിരുന്നു ആര്? ഫെലിസ്തീൻസ്. അതുകൊണ്ടാണ് പിന്നീട് റോമക്കാർ വന്നപ്പം യഹൂദന്മാരെ കളിയാക്കാൻ വേണ്ടിയിട്ടാണ് യഹൂദൻ താമസിച്ച സ്ഥലത്തിനെ ഫെലിസ്തീൻ എന്നുള്ള ഇതിൽ പാലസ്തീൻ എന്ന് പേരിട്ടത് തന്നെ. അതുവരെ റോമക്കാരുടെ ടൈം വരെ പാലസ്തീൻ ഒരു ടേമോ ഒരു വാക്കേ ഇല്ലായിരുന്നു. അപ്പം ഫെലിസ്തീൻസ് ഒഴിച്ച് യഹൂദന്റെ ചുറ്റുമുള്ള ആൾക്കാർ ഈ യഹൂദന്റെ ഇൻഫ്ലുവൻസ് എവിടെ വരെ ചെന്നിട്ടുണ്ട്? ഈജിപ്തിൽ വരെ ചെന്നിട്ടുണ്ട്. മിസ്രൈമിൽ വരെ ആൾക്കാർ പരിച്ഛേദന എടുക്കാൻ തുടങ്ങി. എങ്ങനെ? യഹൂദൻ ഒരു ജാതി ഉണ്ടെന്നും അവരിങ്ങനെ ഒരു സംഭവം ചെയ്യുന്നുണ്ടെന്നും അവർ ഏകദൈവ വിശ്വാസികളാണെന്നും ഒക്കെ ഉള്ള ശ്രുതി എന്ത് ചെയ്തു? പരന്നു. അപ്പം പ്രവൃത്തിയിൽ യഹൂദൻ ചെയ്യുന്നത് ജാതികൾ എന്ത് ചെയ്യുന്നുണ്ട്? പരിച്ഛേദന ഏൽക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് പൗലോസ് പറയുന്നത്, നീ ശരീരത്തിൽ ഇത് ഏറ്റുകൊണ്ടിരിക്കുന്നതിൽ ഒരു കാര്യമില്ല, അതിനെ അഗ്രചർമ്മം എന്ന് എന്ത് ചെയ്യത്തുള്ളൂ? എണ്ണത്തുള്ളൂ. എങ്ങനെ ഇരുന്നാൽ ന്യായപ്രമാണം ലംഘിയായിട്ടിരുന്ന് അഗ്രചർമ്മം പിടിച്ചുകൊണ്ടിരുന്നിട്ട് എന്തില്ല? ഒരു കാര്യവും ഇല്ല. അപ്പോൾ നോക്കി പൗലോസ് ഇവിടെ വന്നിട്ട് എടുത്തു പറയുക, പുറമേ യഹൂദനായവൻ എന്തല്ല? യഹൂദനല്ല. പുറമേ ജഡത്തിലുള്ളത് പരിച്ഛേദനയുമല്ല. അപ്പോൾ നമ്മൾ നോക്കി, പുറമേ ക്രിസ്ത്യാനി ആയവൻ അല്ല ക്രിസ്ത്യാനി, അകമേ ക്രിസ്ത്യാനി ആയവനാണ്. പുറമേ സ്നാനമേറ്റവരല്ല സ്നാനമേറ്റവർ, അകമേ ഹൃദയം സ്നാനമേറ്റവരാണ്. അതിന് പുറമേ ക്രിസ്ത്യാനി ആകണ്ടാന്നോ പുറത്തു സ്നാനമേൽക്കണ്ടാന്നോ അല്ല ഈ പറഞ്ഞതിൻ്റെ ഒന്നും അർത്ഥം. നമ്മളെ തന്നെ മനസ്സിലാക്കേണ്ടത്, നമ്മൾ പുറമേ മാത്രം സ്നാനമേറ്റവരാണോ അതോ അകമേയും സ്നാനമേറ്റ ആളുകളാണോ നമ്മളെന്നാണ് നമ്മളെ തന്നെ ശോധന ചെയ്യേണ്ടത്. അകമേ യഹൂദനായ അത്ര യഹൂദൻ, അക്ഷരത്തിലല്ല ആത്മാവിലുള്ള ഹൃദയ പരിച്ഛേദനയത്രേ പരിച്ഛേദന. അങ്ങനെയുള്ളവർക്ക് എന്താ കിട്ടുന്നത്? അവർക്ക് മനുഷ്യരാലല്ല ദൈവത്താൽ തന്നെ പുകഴ്ച ലഭിക്കും. അപ്പം നോക്കിക്കേ, പൗലോസ് ഇത്രയും നേരം പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്താ? ഇതിൻ്റെ ഒരു ആശയ ചുരുക്കം, രത്ന ചുരുക്കം എടുത്താൽ എന്താ പറയുന്നത്? പൗലോസ് പറയുക, പുറമേ ഉള്ള ആളുകൾക്ക് എന്തായിരുന്നു? നാച്ചുറൽ റെവലേഷൻ കൊടുത്തു. യഹൂദൻ എന്ത് കൊടുത്തു? സ്പെസിഫിക് റെവലേഷനും കൊടുത്തു. നാച്ചുറൽ റെവലേഷൻ കിട്ടിയവർ എന്ത് ചെയ്തു? അതിൽ നിന്ന് ഒരു സൃഷ്ടാവുണ്ടെന്ന് മനസ്സിലാക്കി ദൈവത്തെ ദൈവമെന്നോർത്ത് മഹത്വീകരിക്കണമായിരുന്നു. പക്ഷെ അവരെന്ത് ചെയ്തില്ല. സ്പെസിഫിക് റെവലേഷൻ കിട്ടിയ യഹൂദൻ എന്ത് ചെയ്തു? ഇതിൽ നിന്ന് പഠിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടം മനസ്സിലാക്കി ഭേദാഭേദങ്ങളെയൊക്കെ വിവേചിച്ച് ഇരുട്ടിലിരിക്കുന്നവർക്ക് വെളിച്ചം കാണിക്കണമായിരുന്നു. പക്ഷെ ഇവരെന്ത് കാണിച്ചില്ല. അപ്പൊ രണ്ടു കൂട്ടരും എന്ത് ചെയ്തു? ഫെയിലായി. ഇവരെന്നിട്ട് എന്ത് ചെയ്തു? ഇവര് പോയിട്ട് ഇവര് അശുദ്ധിയിൽ ഏർപ്പെട്ടു, ഇവർ പാപത്തിൽ വീണു, ക്രിയേറ്റീവ് ഓർഡറിനെ ഇവരെന്ത് ചെയ്തു? നശിപ്പിച്ച് കളഞ്ഞു. ദൈവം അവരെന്ത് ചെയ്തു? നികൃഷ്ട ബുദ്ധിക്ക് ഏൽപ്പിച്ചു കൊടുത്തു. യഹൂദൻ എന്ത് ചെയ്തു? ഇതൊന്നും ചെയ്യുന്നതിന് പകരം അവർ വലിയ ഉപദേശമൊക്കെ പറഞ്ഞിട്ട് അവരെ തന്നെ എന്ത് ചെയ്തു? വഞ്ചിച്ചു. അവർ വ്യഭിചാരം ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് അവരെന്ത് ചെയ്തു? വ്യഭിചാരം ചെയ്തു. അവർ വിഗ്രഹം വെറുപ്പാണെന്ന് പറഞ്ഞു, പക്ഷെ ക്ഷേത്രം എന്ത് ചെയ്തു? കവർ ചെയ്തു. അവര് ന്യായപ്രമാണത്തിൽ അവർ പരിച്ഛേദന ഭയങ്കര സംഭവമാണെന്ന് പറഞ്ഞു, പക്ഷെ അവർ ന്യായപ്രമാണത്തെ എന്ത് ചെയ്തു? അനുസരിച്ചില്ല. അവർ രണ്ടു കൂട്ടരും എന്തായി മാറി? ഭാവികളായി മാറി. അപ്പൊ നോക്കിയേ, പൗലോസിന്റെ എഴുത്തിന്റെ ഓർഡറിനെ നിങ്ങളൊന്ന് കമ്പയർ ചെയ്തേ. നാച്ചുറൽ റെവലേഷനിൽ ഇതൊക്കെ പറഞ്ഞു വന്നപ്പം ഒരു പാർട്ടി പറഞ്ഞു, എന്ത് സംഭവം ശരിയാ, ഞങ്ങൾ പക്ഷെ മാന്യമായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണെന്ന് പറഞ്ഞു, അല്ലേ? സ്വയനീതിക്കാരെ പറ്റി പറഞ്ഞു. അപ്പം അവരെ അഡ്രസ്സ് ചെയ്ത പോലെ ഇപ്പം ഇത്രയും നേരം യഹൂദനെ പൗലോസ് ഇങ്ങനെ എണ്ണമിട്ട് പറയുകയാണ്. ഓരോ അടി കൊടുക്കുന്ന മുഖത്ത് ഇങ്ങനെ പടേന്ന് അടി കൊടുക്കുന്ന പോലെ ലിസ്റ്റ് ഇട്ടിട്ട് പൗലോസ് പറയുക, നിന്റെ പരിച്ഛേദനയും കൊണ്ട് ഒരു കാര്യമില്ല, നീ അഗ്രചർമ്മിയാണ്, നീ ന്യായപ്രമാണം പാലിക്കാത്തവനാണ്, ഇതൊക്കെ പറഞ്ഞിട്ട് വെക്കുമ്പം സ്വാഭാവികമായിട്ട് എന്തുണ്ടാവും? സ്വാഭാവികമായിട്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ എന്തുണ്ടാകും?
അപ്പൊ യഹൂദൻ ഒരു കാര്യവും ഇല്ല എന്നുള്ളൊരു അർത്ഥമല്ല ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായത്. ഇത്രയും കേട്ടതിൽ നിന്ന് എന്താ മനസ്സിലാകുന്നത്? അപ്പൊ യഹൂദൻ എന്നൊക്കെ പറഞ്ഞ ഒരു കാര്യമില്ലായിരുന്നു കേട്ടോ, ചുമ്മാ കളിപ്പീര് പരിപാടിയാണെന്നുള്ളൊരു അർത്ഥമല്ല ഇതുവരെ ഉണ്ടായത്. അപ്പം ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടോ ഡയാട്രിബെ, ഇത്രയും പറയുമ്പോൾ ചോദിക്കുക അപ്പൊ യഹൂദന്മാരെന്നൊക്കെ പറഞ്ഞ മഹാ ഉടായ്പായിരുന്നല്ലേ എന്ന് ചോദിക്കുമ്പോൾ 3-ാം അധ്യായത്തിന്റെ 1 പൗലോസ് ചോദിക്കുക ആഹയാൽ യഹൂദൻ എന്ത് വിശേഷത. അപ്പൊ ഇവരിങ്ങനെയൊക്കെ ആയതുകൊണ്ട് യഹൂദൻ എന്ന് പറഞ്ഞാൽ കാര്യമില്ലാത്തതാണോ? അല്ല, സകല വിധത്തിലും അവർക്ക് എന്തുണ്ട്? വിശേഷത ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആ വിശേഷത എന്താണെന്ന് പറയുന്നതാണ്. ഇത്ര നേരം പൗലോസ് പറഞ്ഞത് എന്താണ്? അവർ ചെയ്യാത്ത കാര്യങ്ങളെ പറ്റിയിട്ടാണ്. ഇനി ശരിക്കും അവരെന്തായിരിക്കണമായിരുന്നു എന്നതാണ് 3 തൊട്ട് 3-10 വരെ, 3-1 തൊട്ട് 3-10 വരെ പൗലോസ് പറയാൻ പോകുന്നത്. അത് നമ്മൾ കർത്താവിൻ്റെ ഓരോ താമസിച്ചാൽ അടുത്ത ആഴ്ച പഠിക്കാം. അപ്പോൾ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നേ ഇതുകൂടെ അങ്ങോട്ട് ഇപ്പം തന്നെ ഓൾമോസ്റ്റ് എല്ലാം ആയല്ലോ. എല്ലാവരും ഭാവിയാണെന്ന് ഇനി സംശയമൊന്നും ഇല്ലല്ലോ അല്ലേ? മനസ്സിലായോ? സംഭവം മനസ്സിലായോ? നിനക്ക് പറഞ്ഞ മനസ്സിലായോ? സിമ്പിളാ, നീ ഒരു ഭാവിയാ. അതിനാണ് അതായത് സർക്കംസിഷൻ എടുത്തവരുടെ ഓപ്പോസിറ്റ് ആണ്. സർക്കംസിഷൻ ചെയ്യാത്തവരാണ് അഗ്രഹർമ്മി എന്ന് പറയുന്നത്. അല്ല, ആ വാക്ക് മലയാളത്തിൽ മനസ്സിലാക്കാൻ ചിലപ്പോൾ പാടായിരിക്കും. അങ്ങനെ ഒരു വാക്ക്. അതെ അതെ അതെ, ഭേദാഭേദങ്ങൾ എന്ന് പറഞ്ഞാൽ ഡിസേൺ ചെയ്യുക, നല്ലത് ഏതാ പന്നൽ ഏതാണെന്ന് മനസ്സിലാക്കാനുള്ള കഴിവ്. ഞാൻ പറയത്തില്ലയോ അത് ചെയ്ത് എന്തിനാന്ന് ചോദിക്കുന്നത്. അതാണ് ഭേദാഭേദം. സോ സംഭവം ഇതുവരെയുള്ള എല്ലാവർക്കും ക്ലിയർ ആണല്ലോ. റോമാലേഖനം ഈസ് സോ സിമ്പിൾ. ഇതുവരെ ഓക്കെ ആണല്ലോ അല്ലേ? ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണെന്നറിയാവോ? 3-ന്റെ അങ്ങോട്ട് 20 വരെ ചെല്ലുമ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ യഹൂദന്റെ ആക്ച്വൽ വിശേഷത എന്താണെന്ന് പറയും. ഇതൊക്കെ അങ്ങോട്ട് പറഞ്ഞു ചെന്നിട്ട് എല്ലാവരും പാപികളാണെന്ന് അങ്ങോട്ട് പ്രൂവ് ചെയ്തിട്ട് 3-ന്റെ 20 വരുമ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ദ ഗ്രേറ്റ് ക്വസ്റ്റ്യൻ പൗലോസ് എന്ത് ചെയ്യുക? ദ ഗ്രേറ്റ് പ്രോബ്ലം പ്രസന്റ് ചെയ്യുക. എന്താണ്? അതുകൊണ്ട് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി കൊണ്ട് എന്തില്ല? ഒരു ജഡവും നീതീകരിക്കപ്പെടത്തില്ല. അപ്പൊ അതിന്റെ അടുത്ത ചോദ്യം വരും, അപ്പൊ പിന്നെ എങ്ങനെയാണ് നീതീകരിക്കപ്പെടുന്നത്? 3-ന്റെ 21 തൊട്ട് 30 വരെ പൗലോസ് പറയുന്നത് എങ്ങനെയാണ് ആക്ച്വൽ നീതീകരണം. അതിന് പരസ്യമായിട്ട് പുത്രനെ ക്രൂശിൽ നമുക്ക് വേണ്ടി യാഗമാക്കിയ കാര്യമൊക്കെ പറഞ്ഞ് ആ നീതിയൊക്കെ പറഞ്ഞങ്ങോട്ട് വെക്കും. അത് വെച്ചിട്ട് അതുകൊണ്ട് നമ്മൾ വിശ്വാസത്താലുള്ള നീതീകരണമാണല്ലോ പൗലോസ് പറയുന്നത്. ആ അവിടം തൊട്ട് 3-ന്റെ 31 തൊട്ട് പിന്നെ അങ്ങോട്ട് പറയുന്നത് വിശ്വാസത്താലുള്ള നീതി എന്താണെന്നും അതിനെ പറ്റിയിട്ടൊക്കെയാണ്. അബ്രഹാമിന്റെ എക്സാമ്പിളൊക്കെ എടുത്തിട്ട് 4-ാം അധ്യായം ഫുൾ അതിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞത്. പക്ഷെ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ റോമാലേഖനം മറ്റാരും പഠിച്ച് ഞാൻ കണ്ടിട്ടില്ല. ഇത് ഒരു വെറൈറ്റി മെത്തേഡാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. നമ്മൾ 3-ാം അധ്യായം എത്തുമ്പോൾ ഒന്ന് സ്റ്റോപ്പ് ചെയ്യും. 3-ാം അധ്യായം എത്തുമ്പോൾ സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മൾ അടുത്ത സെഷൻ നമ്മൾ പഠിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റിക്സ് ഒരാകത്തുക നമ്മൾ പഠിക്കും. എന്നിട്ട് ക്രിസ്ത്യൻ തിയോളജീസ് നമ്മൾ എന്താണ് ആക്ച്വൽ ക്രിസ്ത്യൻ തിയോളജി എന്ന് പഠിക്കും. എന്നിട്ട് നമ്മൾ ഞാൻ പറഞ്ഞില്ല ഈ വേരിയസ് ഉപദേശങ്ങളുണ്ടല്ലോ, അതായത് റിഫോംഡ് ഉപദേശങ്ങളും എന്താ പറയുക, നമ്മൾ ഈ കെസ്വിക് തിയോളജി പോലത്തെ തിയോളജികൾ, വെസ്ലിയൻ പെർഫെക്ഷനിസം, ഇതൊക്കെ എന്താണ് നമ്മൾ നോക്കിയിട്ട് നമ്മൾ ഇതിൻ്റെ എല്ലാം ഒരാകത്തുക മനസ്സിലാക്കി. ഇത് ഇപ്പം ഞാൻ കേൾക്കുമ്പോൾ നിങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വിചാരിക്കുകയേ വേണ്ട, ഭയങ്കര സിമ്പിളാണ്. കെസ്വിക് തിയോളജി പോപ്പുലർ ആയില്ലെങ്കിലും കെസ്വിക് തിയോളജിയുടെ ഇൻഫ്ലുവൻസ് പെന്റക്കോസ്റ്റലിസത്തെ ഭയങ്കരമായിട്ട് ബാധിച്ചിട്ടുണ്ട്. അതായത് ഹോളിനെസ് മൂവ്മെന്റ്, കെസ്വിക് തിയോളജി, വെസ്ലിയൻ പെർഫെക്ഷനിസം, ഇത് 3 കൂടെ ചേർന്നിട്ടാണ് ഈ പെന്റക്കോസ്റ്റലിസം ഉണ്ടാകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും മനസ്സിലാക്കിയിരിക്കണം, എന്തുകൊണ്ട് നിങ്ങൾ ഒരു മർത്തോമക്കാരനല്ല എന്നൊരാൾ ചോദിച്ചാൽ നമ്മൾ നിൽക്കുന്ന തിയോളജി വാലിഡേറ്റ് ചെയ്യാൻ നമ്മൾ എന്തായിരിക്കണം? പ്രാപ്തരായിരിക്കണം. അത് നമ്മൾ നിൽക്കുന്ന തിയോളജി ഞാൻ എപ്പോഴും നമ്മൾ സില്ലോട് പറയുമ്പോഴും ഞാൻ പറയും, നമ്മൾ നിൽക്കുന്ന തിയോളജി എന്നല്ല, ബൈബിളിൽ നിന്ന് നമ്മൾ തിരുവെഴുത്തുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന തിരുവെഴുത്തുകളുടെ ഉപദേശം, അതിൽ നമ്മളിപ്പോൾ വിശ്വസിക്കുന്നത് എന്താണോ അതിനെ വാലിഡേറ്റ് ചെയ്യാൻ നമ്മൾ എന്തായിരിക്കണം? പ്രാപ്തരായിരിക്കണം. അതിനർത്ഥം മറ്റൊരാൾ പറയുന്ന ഒരു ഉപദേശത്തെ കേൾക്കാൻ തയ്യാറേ അല്ലെന്നല്ല, ഓൾവേസ് വെൽക്കം. തിരുത്തപ്പെടാൻ നമ്മൾ എന്താണ്? ബാധ്യസ്ഥരാണ്. തിരുവെഴുത്തുകളുടെ അടിസ്ഥാനത്തിൽ പൊരുൾ തിരിച്ചത് പ്രൂവ് ചെയ്യുക. അപ്പം നമ്മൾ 3-ാം അധ്യായം എത്തുമ്പം അത് ഇല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ 3-ാം അധ്യായം കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പൗലോസ് തെരഞ്ഞെടുപ്പിനെ പറ്റി പറയുമ്പോൾ ഡോക്ട്രിൻ ഓഫ് എലക്ഷൻ അറിയത്തില്ലെന്നുണ്ടെങ്കിൽ അവിടെ നിന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? വെള്ളം കുടിക്കേണ്ടി വരും. ഇപ്പം അറ്റോൺമെൻറ്റിനെ പറ്റി പറയുമ്പം
പൗലോസ് അവിടെ പറയുന്ന അറ്റോൺമെന്റ് ദ കംപ്ലീറ്റ് അറ്റോൺമെന്റ് ആണോ, യൂണിവേഴ്സൽ അറ്റോൺമെന്റ് ആണോ, ലിമിറ്റഡ് അറ്റോൺമെന്റ് ആണോ എന്ന് നമുക്ക് അറിയത്തില്ലെങ്കിൽ അവിടെ നമുക്ക് എല്ലാവർക്കും എന്താവും, കൺഫ്യൂഷനായി മാറും. അപ്പം ബെറ്റർ നമ്മൾ 3 എത്തിയിട്ട് നമ്മളെല്ലാ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളും നമ്മളങ്ങ് പഠിച്ചുറപ്പിക്കും. അതൊരു ക്ലാസ്സിൽ നമുക്ക് തീർക്കാം. മേ ബി ഒരു 1.5 മണിക്കൂർ കൊണ്ട് നമുക്ക് ക്രിസ്പായിട്ട് ഒരു അതെ. അപ്പം നട്ഷെല്ലിൽ നമ്മളിതൊന്ന് മനസ്സിലാക്കി വെച്ചാൽ പിന്നെ മുന്നോട്ട് പോകുമ്പോൾ പൗലോസ് തെരഞ്ഞെടുപ്പിനെ പറ്റി പറയുമ്പോൾ നമുക്ക് ഈസിയാണ്. കാരണം നമ്മൾ ഓൾറെഡി ഇതെന്തായി മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പം അതാണ് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ കീപ്പ് ചെയ്യാൻ പോകുന്ന പാറ്റേൺ.